മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗഭക്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവവും കഴിഞ്ഞ് അനുശാസന പർവ്വത്തിലെ ഭീഷ്മരുടെ സ്വർഗാരോഹണം കൂടി ആ ഒരു പർവ്വവും അവസാനിച്ചിരിക്കുന്നു. ഇനി മഹാഭാരതത്തിലെ 14ാമത്തെ പർവ്വമാണ് അശ്വമേധ പർവ്വം തുടരുന്നു. ഭീഷ്മരുടെ ഉദകക്രിയകൾ ചെയ്ത ശേഷം യുധിഷ്ഠിരാദികൾ ഗംഗയിൽ നിന്ന് കരയ്ക്ക് കയറി. യുധിഷ്ഠിരൻ ശോകം കൊണ്ട് ആകെ തളർന്നിരുന്നു. അദ്ദേഹത്തിന് മോഹാലസ്യമുണ്ടായി. ഇത് മനസ്സിലാക്കിയ ഭീമൻ ജ്യേഷ്ഠനെ താങ്ങിയതുകൊണ്ട് ധർമ്മപുത്രൻ തറയിൽ വീണില്ല. ഭീമൻ സാവധാനം യുധിഷ്ഠിരനെ ഭൂമിയിൽ കിടത്തി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കൂടി അശ്രുകണങ്ങൾ പ്രവഹിക്കുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ധൃതരാഷ്ട്രർ പറഞ്ഞു, ഉണ്ണി യുധിഷ്ഠിര, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? നിനക്ക് വ്യസനിക്കാനായിട്ട് ഞാനൊന്നും കാണുന്നില്ലല്ലോ. ക്ഷത്രിയധർമ്മം അനുസരിച്ച് നീ ഭൂമി വെട്ടിയെടുത്തു. നീ അത് അനുഭവിക്കുക. എൻ്റെയും ഗാന്ധാരിയുടെയും സ്ഥിതി നീ കാണുന്നില്ലേ? 100 മക്കളും നഷ്ടപ്പെട്ട് ഞങ്ങൾ വാസ്തവത്തിൽ ദുഃഖിക്കേണ്ടത് ഞങ്ങളല്ലേ? ദുര്യോധനെ ഉപേക്ഷിച്ചില്ല എങ്കിൽ ഇപ്രകാരമൊക്കെ സംഭവിക്കുമെന്ന് വിതുരൻ എന്നെ ഉപദേശിച്ചതാണ്. എന്നാൽ പുത്രവാത്സല്യം കൊണ്ട് ഞാനൊന്നും കേട്ടില്ല. ഞാൻ ദുര്യോധനന്റെ ഇഷ്ടത്തിന് വഴങ്ങി ഇപ്പോഴിതാ തീരാത്ത നഷ്ടത്തിന് കാരണമായി ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്തൊരു കഷ്ടം! ഇത് കേട്ടിട്ടും ധർമ്മപുത്രന്റെ ദുഃഖം തീർന്നില്ല. അദ്ദേഹം മറുപടിയൊന്നും പറയാതെ ശോകാർത്ഥനായി ഇരുന്നതേയുള്ളൂ. പിന്നീട് വാസുദേവൻ യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹം പല സ്വാന്തനോക്തികളും പറഞ്ഞു. എന്നാൽ യുധിഷ്ഠിരന് ഒരു സമാധാനവും ഉണ്ടായില്ല. ഭീഷ്മരെയും കർണനെയും കൊല്ലിച്ച താൻ ചെയ്ത കർമ്മത്തെപ്പറ്റി ഓർക്കുമ്പോൾ തനിക്കൊരു ശാന്തിയും കിട്ടുന്നില്ലെന്നും തന്നെ കാട്ടിലേക്ക് പോകുവാൻ അനുവദിക്കണമെന്നും അദ്ദേഹം വീണ്ടും വീണ്ടും കൃഷ്ണനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. വ്യാസമഹർഷിയാണ് അതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, യുധിഷ്ഠിര, രാജധർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ മുതലായവയെല്ലാം ഭീഷ്മർ നിനക്ക് ഉപദേശിച്ചു തന്നില്ലേ? എന്നിട്ടും നീ ദുഃഖിക്കുന്നത് എന്തിനാണ്? ഈ ലോകത്തിൽ എല്ലാവരും സ്വതന്ത്രരല്ല. എല്ലാവരെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വര നിശ്ചയം അനുസരിച്ചാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് തന്നെ. ഈശ്വര നിയോഗം അനുസരിച്ച് യുദ്ധമുണ്ടായെന്ന് കരുതിയാൽ മതി. യുദ്ധത്തിൽ ശത്രുക്കളെ കൊന്നത് പാപമല്ല. അഥവാ അത് പാപമാണെന്ന് ഇപ്പോഴും നീ കരുതുന്നുണ്ടായെങ്കിൽ യജ്ഞങ്ങൾ, തപസ്, ദാനങ്ങൾ എന്നിവ കൊണ്ട് പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യും. അശ്വമേധയാഗം നടത്തിയാൽ അങ്ങയുടെ എല്ലാ പാപങ്ങളും ഇല്ലാതായി അങ്ങ് ശുദ്ധനായി തീരും. വ്യാസന്റെ ഉപദേശപ്രകാരം അശ്വമേധയാഗം നടത്തി തൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയുവാനുള്ള മോഹം യുധിഷ്ഠിരനുണ്ടായി. അദ്ദേഹം വ്യാസനോട് ചോദിച്ചു, ആചാര്യ, അശ്വമേധയാഗം നടത്തണമെന്ന അങ്ങയുടെ നിർദ്ദേശത്തോട് ഞാൻ യോജിക്കുന്നു. എന്നാൽ അതിൽ വളരെയേറെ ധനം ആവശ്യമില്ലേ? ഭണ്ഡാരത്തിലെ ധനമെല്ലാം തീർന്നിരിക്കുകയാണ്. യുദ്ധത്തിൽ പങ്കെടുത്ത് സാമ്പത്തികമായും മറ്റു വിധത്തിലും ക്ഷീണിച്ചിരിക്കുന്ന നാട്ടുകാരിൽ നിന്നും ഭീമമായ സംഖ്യ പിരിച്ചുകൊണ്ടെടുക്കുന്നത് കഷ്ടമാണ്. ഈ സ്ഥിതിയിൽ എങ്ങനെയാണ് അശ്വമേധയാഗം നടത്തുന്നത്? അതിനായിട്ടുള്ള പണം സ്വരൂപിക്കുന്നത് എങ്ങനെയാണ്? വ്യാസൻ കുറച്ചുനേരം ആലോചിച്ചു. അതിനുശേഷം പറഞ്ഞു, യുധിഷ്ഠിര, ഹിമാലയത്തിൽ വളരെയധികം സ്വർണം കിടപ്പുണ്ട്. മഹാത്മാവായ മരുത്തന്റെ യജ്ഞത്തിൽ ബ്രാഹ്മണർ ഉപേക്ഷിച്ചു പോയതാണ് ഈ സ്വർണം. നീ ശ്രമിച്ചാൽ നിനക്കത് ലഭ്യമാകും. അതുകൊണ്ട് അശ്വമേധയാഗം നടത്തുകയും ചെയ്യാം. മരുത്തൻ ആരായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ യജ്ഞത്തിന് ഇത്രയധികം സ്വർണം എങ്ങനെ ലഭിച്ചുവെന്നും മറ്റും അറിയുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച യുധിഷ്ഠിരനോട് വ്യാസൻ പറഞ്ഞു, യുധിഷ്ഠിര, മരുത്തന്റെ കഥ ഞാൻ പറയാം. ആ കഥ പറയുമ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിയുടെ കഥ കൂടി പറയേണ്ടി വരും. ബൃഹസ്പതി വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അപാര പണ്ഡിതനും അസാമാന്യ ബുദ്ധിമാനുമായിരുന്നു. എന്നിട്ടും തൻ്റെ അനുജനോട് അസൂയാലുവാവുകയും അത് അദ്ദേഹത്തിന് ദുഷ്കീർത്തി ഉണ്ടാക്കുകയും ചെയ്തു. വലിയ വിദ്വാൻമാർ പോലും അസൂയ എന്ന ഭാഷത്തിൽ നിന്ന് മുക്തരല്ലെന്ന് തെളിയിക്കുന്നു. അവർ തന്നേക്കാൾ പാണ്ഡിത്യമുള്ള ഒരാളെ അസഹ്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. പ്രസിദ്ധനായ അംഗിരസ മഹർഷിയുടെ പുത്രനായിരുന്നു ബൃഹസ്പതി. അദ്ദേഹത്തിന് സംവർത്തൻ എന്നൊരു അനുജനുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ബൃഹസ്പതിയേക്കാൾ കേമനായിരുന്ന സംവർത്തനോട് ബൃഹസ്പതിക്ക് കടുത്ത അസൂയയും വിദ്വേഷവുമാണ് ഉണ്ടായത്. തന്മൂലം അദ്ദേഹം അനുജനെ പലവിധത്തിലും പീഡിപ്പിക്കുവാൻ തുടങ്ങി. ജ്യേഷ്ഠന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ സംവർത്തകൻ എല്ലാം ഉപേക്ഷിച്ച് ദിഗംബരനായി കാട്ടിലേക്ക് പോയി. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഇക്ഷ്വാകു വംശത്തിലെ ഒരു പ്രമുഖ രാജാവായിരുന്നു മരുത്തൻ. അദ്ദേഹത്തിന്റെ പിതാവായ അവിക്ഷത്തും പിതാമഹനായ കരടമനും ഇന്ദ്രന് തുല്യ പദവിയുള്ള രാജാക്കന്മാരായിരുന്നു. അവർ ധാരാളം യജ്ഞങ്ങൾ നടത്തി. ബൃഹസ്പതിയുടെ അച്ഛനായ അംഗിരസ മഹർഷിയാണ് പൗരോഹിത്യം സ്വീകരിച്ച് ഈ യജ്ഞങ്ങൾ നടത്തിക്കൊണ്ട് കൊടുത്തത്. കരടവന്റെ പൗത്രനെ നിലയ്ക്ക് മരുത്തന്റെ പൗരോഹിത്യം സ്വീകരിക്കുവാൻ ബാധ്യതപ്പെട്ട ആളാണ് ബൃഹസ്പതി. മരുത്തൻ വലിയ യജ്ഞങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചു.
ആ യജ്ഞങ്ങൾക്ക് ബൃഹസ്പതി പുരോഹിതനായ യജ്ഞങ്ങൾ പൂർണ്ണഫലപ്രാപ്തിയിലെത്തുകയും തൻ്റെ ഈ ഇന്ദ്രപദവിക്ക് ഇളക്കം തട്ടുകയും ചെയ്യുമോ എന്ന് ദേവേന്ദ്രന് ഭയമായി. അദ്ദേഹം ബൃഹസ്പതിയെ സമീപിച്ച് തൻ്റെ പൗരോഹിത്യത്തിനായിരിക്കണമെന്നും മരുത്തൻ്റെ യജ്ഞം നടത്തിക്കൂട്ടി കൊടുക്കരുതെന്നും അപേക്ഷിച്ചു. ദേവേന്ദ്രന്റെ പൗരോഹിത്യമാണ് കൂടുതൽ കാമ്യമെന്ന് കരുതിയ ബൃഹസ്പതി ദേവേന്ദ്രന്റെ അപേക്ഷ സ്വീകരിച്ചു. മരുത്തൻ യാഗത്തിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ട് ബൃഹസ്പതിയെ സമീപിച്ച് പൗരോഹിത്യം സ്വീകരിക്കുവാൻ അപേക്ഷിച്ചു. താൻ ദേവേന്ദ്രന്റെ പൗരോഹിത്യം സ്വീകരിച്ചു കഴിഞ്ഞെന്നും തന്മൂലം വെറും മർത്യനായ മരുത്തനെ ജയിപ്പിക്കുവാൻ അല്ലെങ്കിൽ യജിപ്പിക്കുവാൻ സാധ്യമല്ലെന്നും പറഞ്ഞ് ബൃഹസ്പതി ഒഴിഞ്ഞു മാറി. വേറെ ഏതെങ്കിലും പുരോഹിതനെ കൊണ്ട് യാഗം നടത്തിച്ചു കൊള്ളുന്നതിന് അനുമതിയും കൊടുത്തു. മരുത്തൻ എത്രയൊക്കെ താണു വീണ് കേണപേക്ഷിച്ചിട്ടും ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി അതിൻ്റെ തീരുമാനം മാറ്റിയില്ല. ലജ്ജിതനും ദുഃഖിതനുമായ മരുത്തൻ നിരാശയോടെ മടങ്ങി. പോകുന്ന വഴിക്ക് നാരദ മഹർഷിയെ കണ്ടുമുട്ടി. രാജാവിൻ്റെ ദുഃഖ കാരണം തിരക്കിയ നാരദനോട് ബൃഹസ്പതി തൻ്റെ പൗരോഹിത്യം നിരാകരിച്ച കാര്യം പറയുകയുണ്ടായി. തങ്ങളുടെ കുലഗുരുവായ അങ്കിരസന്റെ പുത്രൻ തന്നെ കൈയൊഴിഞ്ഞതുകൊണ്ട് ഇനിയും എങ്ങനെയാണ് യാഗം നടത്തേണ്ടതെന്നറിയാതെ വിഷണ്ണനായിരിക്കുകയാണ് താനെന്ന് മരുത്തൻ നാരദനെ അറിയിച്ചു. മരുത്തിന്റെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ് നാരദൻ പറഞ്ഞു, രാജാവേ, അങ്ങ് വിഷമിക്കേണ്ട. അങ്കിരസന്റെ പുത്രനും ബൃഹസ്പതിയുടെ അനുജനുമായ സംവർത്തൻ എന്നൊരു ബ്രഹ്മചാരിയുണ്ട്. അദ്ദേഹം മഹാതപസ്വിയാണ്. ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ ദിഗംബരനായ ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം ഇപ്പോൾ കാശിയിൽ സഞ്ചരിക്കുകയാണ്. നീ കാശിയിൽ പോയി അദ്ദേഹത്തെ കണ്ടുപിടിച്ച് ഒരു ഏകാന്ത സ്ഥലത്ത് വെച്ച് ശരണം പ്രാപിക്കണം. നിന്റെ യജ്ഞം വമ്പിച്ച വിജയമായി തീരും. അദ്ദേഹത്തെ പറ്റി ആരാണ് പറഞ്ഞു തന്നതെന്ന് ചോദിച്ചാൽ ഞാനാണ് പറഞ്ഞു തന്നതെന്ന് അറിയിച്ചേക്കൂ. ഞാനിപ്പോൾ എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ അഗ്നിയിൽ പ്രവേശിച്ചതായി പറയണം. മരുത്തൻ നേരെ കാശിയിലെത്തി. വളരെയേറെ തേടിയതിനു ശേഷം സംവർത്തനെ കണ്ടുമുട്ടി. അദ്ദേഹം കാശിയിൽ അലിഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു. മരുത്തൻ അദ്ദേഹത്തെ അനുഗമിച്ചു. ഭ്രാന്തനെ പോലെ സഞ്ചരിച്ചിരുന്ന സംവർത്തൻ മണ്ണുവാരി എറിഞ്ഞും തുപ്പിയും മറ്റും മരുത്തനെ വിരട്ടി ഓടിക്കുവാൻ ശ്രമിച്ചു. മരുത്തൻ അതെല്ലാം സഹിച്ചുകൊണ്ട് സംവർത്തനെ പിന്തുടർന്നു. കുറച്ചു ദൂരം പോയപ്പോൾ സംവർത്തൻ ക്ഷീണിതനായ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു. മരുത്തൻ സംവർത്തനെ സാഷ്ടാംഗം നമസ്കരിച്ച് എഴുന്നേൽപ്പിച്ച് കൈയും കൂപ്പി സമീപത്ത് നിന്നു. സംവർത്തകൻ കോപാകുലനായി ചോദിച്ചു, നീ എങ്ങനെ എന്നെ മനസ്സിലാക്കി? സത്യം പറഞ്ഞാൽ നിന്റെ ആഗ്രഹം സാധിക്കും, അസത്യം പറഞ്ഞാൽ നിന്റെ തല 100 പൊട്ടിത്തെറിക്കും. നാരദ മഹർഷിയാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കൊടുത്തതെന്ന് സത്യം മരുത്തൻ സംവർത്തനെ അറിയിച്ചു. നാരദൻ എവിടെയുണ്ടെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം അഗ്നിയിൽ പ്രവേശിച്ചെന്നും മരുത്തൻ മറുപടി പറഞ്ഞു. സത്യം പറഞ്ഞ മരുത്തനോട് സന്തോഷം തോന്നിയ സംവർത്തകൻ മരുത്തന്റെ ആഗ്രഹം എന്താണെന്ന് ആരാൻ. താൻ യാഗം നടത്തണമെന്ന് ആഗ്രഹിച്ച പൗരോഹിത്യം സ്വീകരിക്കണമെന്നുള്ള അപേക്ഷയുമായി ബൃഹസ്പതിയെ സമീപിച്ചതും ഇന്ദ്രന്റെ വിലക്ക് കാരണം ബൃഹസ്പതി ഒഴിഞ്ഞു മാറിയതും മറ്റും ഏതെങ്കിലും ഒരു പുരോഹിതനെ വെച്ച് യാഗം നടത്തിക്കൊള്ളുന്നതിനായി ബൃഹസ്പതി അനുജ്ഞ നൽകിയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് മരുത്തൻ അപേക്ഷിച്ചു. അങ്ങയുടെ പിതാവായ അങ്കരസന്റെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും പുരോഹിതനായിരുന്നു. ആ നിലയ്ക്ക് അങ്ങൻ്റെ പൗരോഹിത്യം സ്വീകരിച്ച് എൻ്റെ യജ്ഞം നടത്തിച്ചു തരണം. സംവർത്തൻ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചെങ്കിലും മരുത്തൻ്റെ നിർബന്ധം കണ്ട് അവസാനം പൗരോഹിത്യം സ്വീകരിക്കാമെന്ന് സമ്മതിക്കുകയും മരുത്തനെ ശിഷ്യനായി അംഗീകരിക്കുകയും ചെയ്തു. സംവർത്തൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് കടുത്ത വിരോധമുണ്ട്. എൻ്റെ പൗരോഹിത്യത്തിന് കീഴിൽ ജയിക്കുന്ന നിന്നോട് അദ്ദേഹത്തിനും ഇന്ദ്രനും അതിയായ വിദ്വേഷമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നീ വളരെ കരുതിയിരിക്കണം. എൻ്റെ ഉപദേശപ്രകാരം പ്രവർത്തിക്കാമെങ്കിൽ നിന്നെ ദേവന്മാർ, ഗന്ധർവന്മാർ, ഇന്ദ്രൻ എന്നിവരെക്കാൾ യോഗ്യനാക്കി തീർക്കാം. സംവർത്തകൻ്റെ ഏതൊരാഗ്രഹവും ശിരസാ വഹിക്കാമെന്ന് മരുത്തൻ വാക്കുകൊടുത്തു. ഹിമാലയത്തിൽ മുൻചുവാൻ എന്നൊരു പർവ്വതമുണ്ടെന്നും അതിൻ്റെ അടിവാരത്തിൽ ധാരാളം സ്വർണം കിടപ്പുണ്ടെന്നും ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ ഇത് മരുത്തന് ലഭിക്കുമെന്നും അതുകൊണ്ട് യാഗത്തിനാവശ്യമായ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നും സംവർത്തൻ മരുത്തനോട് നിർദ്ദേശിപ്പിച്ചു. മരുത്തൻ അപ്രകാരം ചെയ്തു. മരുത്തന് ധാരാളം സ്വർണം കിട്ടി. അതുകൊണ്ട് യജ്ഞാനത്തിനാവശ്യമായ പാത്രങ്ങളെല്ലാം നിർമ്മിച്ചു. ഈ പാത്രങ്ങൾ ദേവന്മാർക്കുള്ളതിലും മെച്ചപ്പെട്ടതായിരുന്നു. ഇതെല്ലാം അറിഞ്ഞപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിക്ക് ആദിയായി മാറി. തൻ്റെ ശത്രുവായ സഹോദരൻ മരുത്തനെ കൊണ്ട് യാഗം നടപ്പിച്ച് തന്നേക്കാൾ വലിയവനാകാൻ പോകുന്നുവെന്നുള്ള ഭീതി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടി. അദ്ദേഹത്തിന് സഹോദരനോട് കടുത്ത അസൂയയും വിദ്വേഷവും ഉണ്ടായി. ആദിമൂത്ത് വ്യാധിയായി. ബൃഹസ്പതിയുടെ ശരീരം മെലിഞ്ഞു. കണ്ണുകൾ വിളറി വിളർത്ത് നിർജീവങ്ങളായി. ബൃഹസ്പതിയിലുണ്ടായ ഭാവവ്യത്യാസങ്ങൾ മനസ്സിലാക്കിയ ദേവേന്ദ്രൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരു, ഭവാൻ ആൾക്കുനാൾ ക്ഷീണിതനായി വരുന്നതിന് കാരണം എന്താണ്? ബൃഹസ്പതി പറഞ്ഞു, ദേവേന്ദ്ര, സംവർത്തനെ പുരോഹിതനാക്കി മരുത്തനൊരു വലിയ യജ്ഞം നടത്തുവാൻ പോകുന്നു. ഈ യജ്ഞം സംവർത്തൻ്റെ മാനവും ധനവും വർദ്ധിപ്പിക്കും. അതോർക്കുമ്പോൾ ഞാൻ അസ്വസ്ഥനാകുന്നു. എൻ്റെ മനസ്സും ശരീരവും ക്ഷീണിക്കുന്നു. ദേവേന്ദ്രൻ ആശ്ചര്യപ്പെട്ടു.
വേദശാസ്ത്ര പരാംഗതനായ ബൃഹസ്പതിക്ക് തൻ്റെ സ്വന്തം അനുജൻ തന്നേക്കാൾ വലിയവനാകുവാൻ പോകുമെന്ന തോന്നൽ വന്നപ്പോൾ മനസ്സിൻ്റെ താളം തെറ്റിയിരിക്കുന്നു. മനസ്സ് കുശബ് കൊണ്ട് വിഷലിപ്തമായിരിക്കുന്നു. ബൃഹസ്പതി തുടർന്നു, ദേവേന്ദ്ര, ആ യാഗം മുടക്കിയെങ്കിലേ എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ദേവേന്ദ്രൻ ചോദിച്ചു, ഗുരു, സമ്പർത്തൻ എന്ത് ദോഷമാണ് അങ്ങയ്ക്കെതിരായി ചെയ്യുവാൻ കഴിയുന്നത്? അങ്ങ് വെറും അസൂയ കൊണ്ട് അങ്ങയുടെ മനസ്സിനെ വിഷമിപ്പിക്കുകയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും കൊടിയ തപസ് ചെയ്യുന്നതെന്നറിഞ്ഞാൽ അത് തൻ്റെ സ്ഥാനം കരസ്ഥമാക്കുവാൻ വേണ്ടിയാണെന്ന് ഭയപ്പെട്ട് അയാളുടെ തപസ് മുടക്കുവാൻ എല്ലാ വിധത്തിലും പ്രവർത്തിക്കുന്ന ആളാണ് ദേവേന്ദ്രൻ. മറ്റുള്ളവരുടെ ഉയർച്ച തൻ്റെ ഇന്ദ്രപ്പട്ടത്തിന് ചലനമുണ്ടാക്കുമെന്ന് കരുതി അസൂയാലുവായി അസ്വസ്ഥനായി കഴിച്ചു കൂട്ടുന്ന ദേവേന്ദ്രൻ ബൃഹസ്പതിയുടെ അസൂയയിൽ പരിതപിക്കുകയും അദ്ദേഹത്തിൻ്റെ ചിന്താഗതി അനാവശ്യമാണെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. എന്തൊരു വിരോധാഭാസം! ബൃഹസ്പതി ദേവേന്ദ്രനോട് ചോദിച്ചു, അങ്ങയുടെ ശത്രുവിൻ്റെ ശക്തി വർദ്ധിക്കുന്നത് കണ്ടിട്ടുള്ളപ്പോഴൊക്കെ അതിനെതിരായി പ്രവർത്തിച്ചിട്ടില്ലേ? അതെല്ലാം മറന്ന് ഇപ്രകാരം സംസാരിക്കുന്നത് ശരിയാണോ? ദേവേന്ദ്ര, എങ്ങനെയും മരുത്തൻ്റെ യജ്ഞം മുടക്കണം. ദേവേന്ദ്രൻ അഗ്നിയെ വരുത്തി. മരുത്തൻ നടത്തുവാൻ പോകുന്ന യജ്ഞം എങ്ങനെയെങ്കിലും തടയണം. അഗ്നിക്ക് നിർദ്ദേശം കൊടുത്തു. മരുത്തൻ യാഗശാലയിൽ യാഗത്തിനു വേണ്ട എല്ലാ സാധന സാമഗ്രികളും സംഭരിച്ച് വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണപാത്രങ്ങളിൽ അവയെല്ലാം ഒരുക്കി വെച്ചു. യാഗത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും പാത്രങ്ങളും കട്ടി സ്വർണത്തിലുമാണ് ഉണ്ടാക്കിയിരുന്നത്. സവർദ്ധനും മരുത്തനും യാഗാരംഭത്തിന് മുമ്പായി യാഗശാലയിൽ ഇരിക്കുമ്പോൾ അഗ്നി ഭഗവാൻ പ്രത്യക്ഷനായി അവിടെ യാഗശാലയിലേക്ക് വരികയും ചെയ്തു. മരുത്തൻ അത്യധികമായി സന്തോഷിച്ചു. ആർഖ്യാദിപാദികൾ കൊണ്ട് അദ്ദേഹത്തെ സൽക്കരിച്ചു. അഗ്നിദേവൻ പറഞ്ഞു, ഞാൻ ഇന്ദ്രന്റെ ദൂതനായിട്ട് വന്നിരിക്കുകയാണ്. നിന്റെ യജ്ഞം ബൃഹസ്പതിയെ കൊണ്ട് ഇന്ദ്രൻ നടത്തിച്ചിരിക്കുന്നതാണ്. ആകയാൽ നീ സമ്പർത്തനെ ഉപേക്ഷിക്കാം. ഞാൻ ഏതായാലും സമ്പർത്തനെ ഉപേക്ഷിക്കില്ല എന്നും ദേവന്മാരെ യജിപ്പിക്കുന്ന ബൃഹസ്പതി മനുഷ്യനായ തന്നെ യജിപ്പിക്കുന്നത് ഭംഗിവയല്ല എന്നുമായിരുന്നു മരുത്തന്റെ മറുപടി. ഇന്ദ്രന്റെ ഉപദേശം സ്വീകരിക്കണമെന്ന് വീണ്ടും അഗ്നി നിർബന്ധിക്കുകയുണ്ടായി. ഇന്ദ്രന്റെ ഉപദേശം മരുത്തനെ കൊണ്ട് സ്വീകരിപ്പിക്കാതെ അഗ്നി മടങ്ങിപ്പോകുന്ന ലക്ഷണമില്ലെന്ന് കണ്ടപ്പോൾ സമ്പർത്തൻ കോപാകുലനായി. അദ്ദേഹം പറഞ്ഞു, നിന്റെ വീൺവാക്കുകൾ നിർത്തുക. എല്ലാറ്റിനെയും എരിക്കുന്നതിനുള്ള ശക്തി അഗ്നിക്കുണ്ടെങ്കിലും ആ അഗ്നിയെ സംഹരിക്കുന്നതിനുള്ള ശക്തി എനിക്കുണ്ടെന്ന് മനസ്സിലാക്കിയാലും. സമ്പർത്തന്റെ വാക്കുകൾ കേട്ട അഗ്നി ആലില പോലെ വിറച്ചു. അദ്ദേഹം ഉടനടി സ്ഥലം വിട്ടു. ഇന്ദ്രന്റെ അടുക്കൽ മടങ്ങിയെത്തി നടന്ന വിവരങ്ങളൊക്കെ അറിയിച്ചു. അല്ലയോ അഗ്നിദേവ, നീ എല്ലാറ്റിനെയും കത്തിച്ച് ചാമ്പലാക്കുന്നവനാണ്. അങ്ങനെയുള്ള നിന്നെ സമ്പർത്തകൻ എങ്ങനെയാണ് സംഹരിക്കുന്നത്? ഇന്ദ്രൻ ആശ്ചര്യത്തോട് ചോദിച്ചു. തപസ്സിന്റെ മാഹാത്മ്യത്തിലും ബ്രഹ്മചര്യത്തിന്റെ ശക്തിയും എന്തും ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് അങ്ങേക്ക് അറിഞ്ഞുകൂടി? പണ്ട് ശവ്യനോട് ഏറ്റുമുട്ടി പരാജിതനായ കഥ അങ്ങ് ഇത്ര വേദം മറന്നുപോയോ? അഗ്നി തിരിച്ചടിച്ചു. അഗ്നിയെ വീണ്ടും മരുത്തന്റെ അടുത്തേക്ക് അയക്കുന്നതിന് ഇന്ദ്രൻ പ്രേരിപ്പിച്ചുവെങ്കിലും അഗ്നി അതിന് തയ്യാറായില്ല. ഇന്ദ്രൻ ഒരു ഗന്ധർവ രാജാവിനെ തന്റെ ദൂതനായി മരുത്തന്റെ അടുത്തേക്ക് അയച്ചു. യജ്ഞം നിർത്തിവെക്കുന്നില്ല എങ്കിൽ തന്റെ വജ്രായുധം പ്രയോഗിക്കുമെന്ന് മരുത്തനെ അറിയിക്കുവാൻ നിർദ്ദേശിച്ചു. എന്തു വന്നാലും താൻ പുരോഹിതനായി ഭരിച്ച സമ്പർത്തകനെ ഉപേക്ഷിക്കുകയില്ലെന്ന പ്രശ്നമേ ഇല്ലെന്ന് മരുത്തൻ ഗന്ധർവന്മാരോട് തീർത്തു പറഞ്ഞു. ഇതറിഞ്ഞു കുപിതനായ ദേവേന്ദ്രൻ വജ്രായുധവുമേന്തി ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട് അമ്പരന്ന മരുത്തനോട് സമ്മർത്തകൻ പറഞ്ഞു, അങ്ങോട്ടും ഭയപ്പെടേണ്ട. ഇന്ദ്രനോ അഗ്നിയോ വായുവോ ഏത് ദേവന്മാർ വന്നാലും ഞാൻ രക്ഷിക്കുന്ന അങ്ങയെ ശിക്ഷിക്കുവാൻ ശക്തരണ്ട. ഇന്ദ്രൻ എൻ്റെ ശക്തി കൊണ്ട് സ്തംഭിച്ചിരിക്കുകയാണ്. ഇന്ദ്രൻ അങ്ങയെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങയ്ക്ക് എന്തുവരമാണ് വേണ്ടതെന്നാൽ ഭരിച്ചുകൊള്ളൂ. ഇന്ദ്രൻ തൻ്റെ യജ്ഞത്തിൽ പ്രത്യക്ഷനായി വന്ന സോമത്തെ സ്വീകരിക്കുമാറാകണമെന്ന് മരുത്തൻ സമ്മർത്തനോട് അപേക്ഷിച്ചു. സമ്മർത്തൻ യജ്ഞം ആരംഭിച്ചു. യജ്ഞത്തിന്റെ അവസാനത്തിൽ ഇന്ദ്രനോടുകൂടിയ ദേവന്മാരെല്ലാം ആവാഹിച്ചു. അവരെല്ലാം യാഗശാലയിൽ പ്രത്യക്ഷരായി. ഇന്ദ്രനെ മരുത്തൻ എഴുന്നേറ്റ് സ്വീകരിച്ച് അഗ്രപൂജ ചെയ്തു. തനിക്ക് സന്തോഷമായെന്നും താൻ പ്രീതനായെന്നും ഇന്ദ്രൻ പറഞ്ഞു. അംഗരസ മഹർഷിയുടെ പുത്രനും മഹാതപസ്വിയുമായ സമ്പർത്തകന്റെ പൗരോഹിത്യത്തിൽ കീഴിലുള്ള യാഗം വളരെ ഭംഗിയെന്നും താൻ അതീവ സന്തുഷ്ടനാണെന്നും ഇന്ദ്രൻ മരുത്തനെ അറിയിച്ചു. മരുത്തന്റെ യജ്ഞം ഭംഗിയായി നടന്നു. ദേവന്മാരെല്ലാം നേരിട്ട് സോമം സ്വീകരിച്ചു. പിന്നീട് രാജാവിന്റെ അനുവാദത്തോടെ അവരെല്ലാം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. അസൂയാലുവായ ബൃഹസ്പതി സമ്പർത്തന്റെ തപശക്തിയുടെയും അപാരമായ ബ്രഹ്മതേജസ്സിന്റെയും മുന്നിൽ തല ഉനിക്കേണ്ടി വന്നു. വേദത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഉന്നത ശൃംഖങ്ങളിൽ എത്തിച്ചേർന്ന ബൃഹസ്പതിക്ക് പോലും അസൂയയുടെ അഗാധാർത്ഥത്തിൽ വീണ് അസ്വസ്ഥനാകേണ്ടി വന്നതെന്നറിയുമ്പോൾ സാധാരണക്കാരൻ അസൂയലാകുന്നതിൽ എന്താണ് ആശ്ചര്യപ്പെടുവാനുള്ളത്? മരുത്തൻ പിന്നെയും പല യാഗങ്ങൾ ചെയ്തു. ഓരോ യാഗത്തിനും വേണ്ട പാത്രങ്ങൾ മറ്റുപകരണങ്ങളും അപ്പപ്പോൾ സ്വർണം കൊണ്ടുണ്ടാക്കുകയായിരുന്നു. പല യജ്ഞങ്ങളിലും ദേവന്മാരെ ആരാധിച്ചതിന് ശേഷം ഗുരുവിൻ്റെ അനുജ്ഞ വാങ്ങി അദ്ദേഹം സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വന്ന് വളരെ കാലം പ്രജകളെ പരിപാലനം ചെയ്ത് പ്രസിദ്ധിയോടെ രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ യാഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങളും മറ്റു ഉപകരണങ്ങളുമായി ധാരാളം സ്വർണം
മുൻചുവാവെന്ന പർവ്വതത്തിന് ഇപ്പോഴും കിടപ്പുണ്ട്. യുധിഷ്ഠിര, നീ ആ ധനമെല്ലാം എടുത്തുകൊണ്ടുവന്നു അശ്വമേധയാഗം നടത്തുക. അങ്ങനെയാവാമെന്ന് യുധിഷ്ഠിരൻ സമ്മതിച്ചു. കൃഷ്ണനും ഈ അവസരത്തിൽ അശ്വമേധയാഗം തുടങ്ങിയ യജ്ഞങ്ങൾ ചെയ്ത പുണ്യം നേടി സുഖവും സമാധാനവും കൈവരുത്തണമെന്ന് യുധിഷ്ഠിരനെ ഉപദേശിച്ചു. കൃഷ്ണൻ പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങയുടെ ശത്രുക്കളെ കൊന്നങ്ങ് ഭൂമി വീണ്ടെടുത്തെങ്കിലും അങ്ങയുടെ യുദ്ധം അവസാനിച്ചിട്ടില്ല. മനസ്സാണ് അങ്ങയുടെ പ്രബലനായ ശത്രു. ആ ശത്രുവിനെയാണ് യഥാർത്ഥത്തിൽ അങ്ങ് ജയിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അങ്ങയ്ക്ക് ശാശ്വതമായ സമാധാനം ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ കാര്യങ്ങളോർത്ത് ദുഃഖിക്കുന്നത് വിവേകികളുടെ ലക്ഷണമല്ല. ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും മനസ്സിനെ കീഴടക്കണം. ശാരീരികമായ വിഷയങ്ങളെ ഉപേക്ഷിച്ചാലും മനസ്സിൽ നിന്ന് ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ സുഖമൊന്നും ഉണ്ടാകുവാൻ പോകുന്നില്ല. ആഗ്രഹങ്ങൾക്കെതിരെ ഉപേക്ഷിക്കുവാൻ പ്രയാസമാണ്. അവയെ ധാർമ്മികങ്ങൾ മാത്രമാക്കി തീർക്കാൻ പരിശ്രമിക്കുകയാണ് ബുദ്ധിമാന്റെ കർത്തവ്യം. ആയുധങ്ങൾ കൊണ്ടോ യാഗങ്ങൾ കൊണ്ടോ ധൈര്യം കൊണ്ടോ തപസ്സുകൊണ്ടോ ആഗ്രഹങ്ങളെ ജയിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ജയിക്കുവാൻ നോക്കുന്നവരെ നോക്കി ആഗ്രഹം പുഞ്ചിരിക്കുകയാണ്. ആകയാൽ വിപുലന്മാരായ ദക്ഷിണയോടുകൂടി അശ്വമേധം തുടങ്ങിയ യജ്ഞങ്ങൾ നടത്തി അങ്ങ് സുഖിയായി തീർന്നാലും. വ്യാസന്റെയും കൃഷ്ണന്റെയും ഉപദേശങ്ങൾ കേട്ട് സമാധാനചിത്തനായി തീർന്ന യുധിഷ്ഠിരൻ ഹസ്തിനാപുരിയിലെത്തി രാജ്യഭരണ കാര്യങ്ങളിൽ പ്രവേശിച്ചു. അശ്വമേധ യാഗത്തിന്റെ സമയമാകുമ്പോൾ തിരിച്ചെത്തിക്കൊള്ളാമെന്ന് അറിയിച്ചിട്ട് കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങി. ധൃതരാഷ്ട്ര മഹാരാജാവ് അസഹ്യമായ പുത്രദുഃഖം കൊണ്ട് ആർത്തനായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ സൗമ്യ വാക്കുകൾ കൊണ്ട് യുധിഷ്ഠിരൻ സമാധാനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് യുധിഷ്ഠിരൻ രാജ്യഭരണം നടത്തുകയും ചെയ്തത്. ദ്വാപരയുഗത്തിന്റെ അവസാന കാലത്തായിരുന്നു യുധിഷ്ഠിരന്റെ രാജ്യഭരണം എന്ന് വരികിലും കൃതയുഗത്തിലെന്ന പോലെ ജനങ്ങൾ ധർമ്മത്തിലും അഭിരുചിയിലും അധർമ്മത്തിൽ വെറുപ്പുള്ളവരുമായി തീർന്നു. കാലാകാലങ്ങളിൽ വൃഷ്ടിയുണ്ടാവുകയും ധാന്യങ്ങൾ സമൃദ്ധിയായി വിളയുകയും ചെയ്തു. എല്ലാ തരത്തിലും ശ്രേഷ്ഠമായ ഭരണമാണ് ധർമ്മപുത്രൻ അനുജന്മാരുടെ സഹായത്തോടെ നടത്തിയത്. യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടത്തുന്നതിനുള്ള തീരുമാനമെടുത്തു. അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ധനമാണല്ലോ മുഖ്യമായി സംഭരിക്കേണ്ടിയിരുന്നത്. അതിനായി പാണ്ഡവന്മാർ ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു. മുഞ്ചപർവ്വതത്തിൽ കിടക്കുന്ന നിധി എടുക്കുകയായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ഹിമാലയത്തിലെത്തിയ പാണ്ഡവന്മാർ രുദ്രനെയും വൈശ്രവണനെയും യജിച്ച് തൃപ്തിപ്പെടുത്തി അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുകയും ചെയ്തു. ശാസ്ത്രനിർദ്ദിഷ്ടങ്ങളായ ലക്ഷണങ്ങളെ മുൻനിർത്തി പല സ്ഥലങ്ങളിലും കുഴിച്ചു നോക്കി. അവിടെ നിന്നെല്ലാം ധാരാളം നിധികുംഭങ്ങൾ ലഭിച്ചു. ഭരത രാജാവ് മധ്യപർവ്വതത്തിൽ ഉപേക്ഷിച്ചു പോയ സ്വർണ്ണ നിക്ഷേപങ്ങളും പാണ്ഡവർക്ക് ലഭിക്കുകയുണ്ടായി. പാണ്ഡവന്മാർ അശ്വമേധയാഗം നടത്തുവാൻ തീരുമാനിച്ച് ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ പരിജനങ്ങളോടും കൂടി ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം രാജധാനിയിലെത്തിയപ്പോൾ പാണ്ഡവർ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അവരെല്ലാം സ്വർണം തേടി ഹിമാലയത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. ധൃതരാഷ്ട്രരും കുന്തിദേവിയും മറ്റും ചേർന്ന് ഭഗവാനെ സ്വീകരിച്ച് ഉചിതമായ വിധത്തിൽ പൂജിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. പാണ്ഡവരുടെ വരവിനെ പ്രതീക്ഷിച്ചിരുന്ന വാസുദേവൻ അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു. ആ അവസരത്തിലാണ് അഭിമന്യുവിന്റെ പത്നിയും വിരാടപുത്രിയും ഗർഭിണിയുമായ ഉത്തരയ്ക്ക് പ്രസവവേദന ആരംഭിച്ചത്. പാണ്ഡവന്മാരും അരമനയിലില്ലെങ്കിലും സർവശക്തനായ കേശവൻ സ്ഥലത്തുണ്ടല്ലോ എന്ന വസ്തുത കുന്തിദേവിക്കും സുഭദ്രയ്ക്കും മറ്റും ധൈര്യം നൽകി. പ്രസവത്തിനു വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ചെയ്യപ്പെട്ടു. ഉത്തര അങ്ങനെ പ്രസവിച്ചു. ഓമനത്വം തുളുമ്പുന്ന ഒരു കുമാരൻ. എന്നാൽ പെറ്റുവീഴുന്ന ശിശുക്കൾ സാധാരണ കരയുന്നത് പോലെ ആ കുഞ്ഞ് കരഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ അതൊരു ചാപിള്ളയായിരുന്നു. ഈ ചില്ലങ്ങളിൽ നിന്ന് രാജസ്ത്രീകളുടെ നിലവിളികൾ ഉയർന്നു. കുന്തിയും സുഭദ്രയും കൂടി പരിഭ്രാന്തരായി അലമുറയിട്ടുകൊണ്ട് കൃഷ്ണന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു. പാണ്ഡവകുലം നിലനിർത്തുവാൻ മറ്റ് സന്തതികളൊന്നുമില്ലാതിരുന്നതുകൊണ്ട് അഭിമന്യുവിന്റെ പിതാമഹിയായ കുന്തിയും മാതാവായ സുഭദ്രയും മരിച്ചു പിറന്ന ഈ ശിശുവിനെ ജീവിപ്പിക്കണമെന്ന് ശ്രീകൃഷ്ണനോട് അഭ്യർത്ഥിച്ചു. കുന്തി ദേവി പറഞ്ഞു, വാസുദേവ, നീ ഒരുത്തൻ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം. അശ്വത്ഥാമാവിന്റെ ബ്രഹ്മശിരസ് എന്ന അസ്ത്രം തടഞ്ഞപ്പോൾ നീ സത്യം ചെയ്തില്ലേ? ഗർഭസ്ഥനായ ശിശുവിനെ നശിപ്പിച്ചാൽ ഞാൻ അവനെ ജീവിപ്പിക്കുമെന്ന്. നീ ഈ സത്യം ഓർക്കുന്നില്ലേ? ഈ കാണുന്ന സകലരുടെയും പ്രാണങ്ങൾ നിലനിൽക്കുന്നത് കുലസന്താനമായ ഈ പൈതലിലാണ്. ഞങ്ങളെല്ലാം നിന്നോട് താണു വീണ് അപേക്ഷിക്കുന്നു. അല്ലയോ മധുസൂദന, ഈ കുലത്തിന്റെ നിലനിൽപ്പിനായി ഈ കുഞ്ഞിന് ജീവൻ നൽകുക. സുഭദ്ര ദുഃഖാർത്തയായി കൃഷ്ണനോട് പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ നിന്നെ മുന്നിൽ സ്മരിക്കുന്നു. നീ പ്രസാദിക്കണേ. നീ എന്ന് ദ്രൗണിയോട് പറഞ്ഞില്ലേ കിരീടിയുടെ പൗത്രനെ ഞാൻ ജീവിപ്പിക്കുമെന്ന്? നീ ഏറ്റുപറഞ്ഞതിനു ശേഷം അപ്രകാരം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിന്റെ സഹോദരി ജീവൻ ഒടുക്കും. അഭിമന്യുവിന്റെ പുത്രൻ ജീവിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഭഗവാൻ വിചാരിച്ചാൽ മൃതിയടഞ്ഞ 3 ലോകത്തേക്കും ജീവിപ്പിക്കാൻ കഴിയില്ലേ?
പിന്നെയാണോ ഈ കുഞ്ഞിനെ ജീവിപ്പിക്കുവാൻ പ്രയാസം? അല്ലയോ മഹാഭുജ, നീ ഞങ്ങളോട് അനുകമ്പ കാണിക്കൂ. കുന്തിയുടെയും സുഭദ്രയുടെയും വിലാപം കൃഷ്ണന്റെ ഹൃദയത്തിൽ തട്ടി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അത് ഉറക്കെ പറയുകയും ചെയ്തു, അങ്ങനെയാകാം. അത് കേട്ടവരുടെ എല്ലാം ഹൃദയം കുളിർത്തു. അവർ സമാധാനത്തോടെ ദീർഘനിശ്വാസം വിട്ടു. ശ്രീകൃഷ്ണൻ സുധീഗൃഹത്തിലേക്ക് പോകുവാൻ ഒരുമ്പെട്ടു. ഇതെല്ലാം കണ്ട് കേട്ടും കൊണ്ട് നിന്നിരുന്ന പാഞ്ചാലി ഈറ്റില്ലത്തിലേക്ക് ഓടി. അവൾ ഉത്തരയോട് പറഞ്ഞു, ഇതാ വരുന്നു അഭിമന്യുവിൻ്റെ അമ്മാവൻ. അദ്ദേഹം അപരാജിതനാണ്. നീ കരയാതെ സമാധാനമായിരിക്കും. കരഞ്ഞു കരഞ്ഞ് അവളുടെ കണ്ണുകൾ ചെമ്പരത്തി ഇതളുപോലെ ചുമന്നിരുന്നു. പാഞ്ചാലിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ കണ്ണുനീർ തുടച്ചു. വസ്ത്രങ്ങളെല്ലാം ശരിയാക്കിയിട്ടു. പണിവിട്ട് ആത്മാവിനെ നിയന്ത്രിച്ചു. കൃഷ്ണൻ ഈറ്റില്ലത്തിൽ പ്രവേശിച്ചു. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ ഉത്തര പുണ്ഡിരാക്ഷകാശനോട് പറഞ്ഞു, ഗോവിന്ദ, ശത്രുനാശനായ ഭഗവാനോട് ഞാൻ അപേക്ഷിക്കുന്നു, എൻ്റെ കുഞ്ഞിന് ജീവൻ നൽകിയാലും. ഈ കുഞ്ഞ് ജീവിച്ചില്ല എങ്കിൽ ഞാൻ എൻ്റെ പ്രാണൻ ഉപേക്ഷിക്കും. ഇവൻ മരിച്ചാൽ എൻ്റെ സകല ആഗ്രഹങ്ങളും നിഷ്ഫലമാകും. ഉത്തര തളർന്നു. അവൾ നിലത്ത് വീണു. അന്തരപ്പുര സ്ത്രീകളെല്ലാം മുറിവിളി കൂട്ടി. അവർ ഉത്തരയ്ക്ക് ശീതോപചാരം നടത്തി. അവൾ കണ്ണു തുറന്നു. എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചു. കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവൾ വിലപിക്കുവാൻ തുടങ്ങി. ഉണ്ണി, കണ്ണു തുറക്കൂ. എന്നെ ഒന്ന് നോക്കൂ. നിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയെ ഒന്ന് നോക്കൂ. വിഷാദയായ മുത്തശ്ശിയെ നോക്കൂ. ഭീമനായ വിശ്വേശ്വരനെ നോക്കൂ. നിന്റെ അച്ഛൻ്റെ കണ്ണുകൾ പോലെ മനോഹരങ്ങളായ കണ്ണുകളോടുകൂടിയുള്ള പങ്കജാക്ഷന്റെ മുഖത്തേക്ക് നോക്കൂ. ഉത്തരം ധൈര്യവതിയായി. കുഞ്ഞിനെ കട്ടിലിൽ കിടത്തി. അവൾ ലോകനാഥന്റെ മുന്നിൽ നമസ്കരിച്ചു. ആ പത്മപാദങ്ങൾ തൊട്ട് തലയിൽ വെച്ചു. കൃഷ്ണന്റെ ചിത്തമലിഞ്ഞു. ജലം കയ്യിലെടുത്ത് ശുദ്ധീകരിത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, അവൻ്റെ ജീവൻ ഞാനിതാ നൽകുന്നു. എല്ലാ ജീവികളിലും കാണുകയെ ഇവനെ ഞാനിപ്പോൾ ജീവിക്കും. എന്നിൽ സത്യവും ധർമ്മവും നിലനിൽക്കുന്നുണ്ടായെങ്കിൽ മൃത്യനായ ഈ ശിശു അഭിമന്യു സൂതൻ ജീവിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചാപിള്ളയായ ശിശു ശ്വാസോച്ഛ്വാസം മുടങ്ങുവാൻ തുടങ്ങി. കൈകാലുകൾ മെല്ലെ മെല്ലെ ചലിപ്പിച്ചു. ശരീരമിളക്കി. കൈകാലുകൾ കുടഞ്ഞ് ഇങ്ങേ ഇങ്ങേ എന്ന് കരഞ്ഞു. ഇത് കണ്ടു നിന്ന രാജകന്യകകളുടെ മുഖകമലങ്ങൾ വികസിച്ചു. കുന്തിയും സുഭദ്രയും പാഞ്ചാലിയും ആനന്ദബാഷ്പങ്ങൾ പൊഴിച്ചു. ഉത്തര പൊന്നുമകനെ എടുത്ത് മാറോടണച്ച് കവിളിലും നെറ്റിയിലും തിരുതരയെ ചുംബിച്ചു. എല്ലാവരും കൃഷ്ണനെ നമസ്കരിച്ചു. അദ്ദേഹത്തെ പുകഴ്ത്തി വാഴ്ത്തി സ്തുതിച്ചു പറഞ്ഞു, കുലം ക്ഷയിച്ച കാലത്ത് ജാതനായ ഈ അഭിമന്യു പുത്രന് അവൻ പരീക്ഷണ വിധേയനാകയാൽ പരീക്ഷിത്ത് എന്ന പേര് നൽകുന്നതിനായി കൃഷ്ണൻ പ്രസ്താവിച്ചു. അങ്ങനെ പരീക്ഷിത്ത് ജനിച്ചു. കൃഷ്ണൻ സൂതീഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ പാണ്ഡവന്മാരും പരിവാരങ്ങളും നിധികുംഭങ്ങളുമായി പട്ടണത്തിന്റെ പരിസരത്തിൽ എത്തിയതായി വാർത്ത ലഭിച്ചു. ഉടൻ തന്നെ കൃഷ്ണൻ ധാരാളം പരിജനങ്ങളോടും കൂടി രാജകീയ ആഡംബരങ്ങളോടും വാദ്യാഘോഷങ്ങളോടും കൂടി പാണ്ഡവന്മാരെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവരുവാൻ പട്ടണാതിർത്തിയിലേക്ക് പുറപ്പെട്ടു. അസംഖ്യം കഴുതുകളുടെയും കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്തു കയറ്റി അനേകം നിധികുംഭങ്ങളുമായിട്ടാണ് പാണ്ഡവർ എത്തിച്ചേർന്നത്. അതിനു പുറമെ അനവധി ഭടന്മാരും നിധികുംഭങ്ങൾ തലയിലേറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭഗവാൻ അവരെ സ്വീകരിക്കാനെത്തിയെന്നറിഞ്ഞപ്പോൾ അവർ വളരെയധികം ആമോദിച്ചു. എല്ലാവരും അരമനയിൽ പ്രവേശിച്ചു കഴിഞ്ഞ ശേഷമാണ് ഉത്തര പ്രസവിച്ച വിവരവും അന്തഃപുരത്തിൽ നടന്ന കോലാഹലങ്ങളും മറ്റും യുധിഷ്ഠിരാദികൾ അറിയുന്നത്. ഇതറിഞ്ഞപ്പോൾ ഭക്തി വിവശനായ യുധിഷ്ഠിരൻ ഭഗവാനെ നമസ്കരിച്ച് അദ്ദേഹത്തിന്റെ മഹത്വത്തെയും കാരുണ്യത്തെയും വാഴ്ത്തി സ്തുതിച്ചു. ഈ സമയത്ത് വ്യാസാചാര്യനും അവിടെ എത്തി. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചൈത്രമാസത്തിലെ പൗർണമി ദിവസം അശ്വമേധ യാഗത്തിനുള്ള ദീക്ഷ വരിക്കുവാനും പൈലൻ, യാജ്ഞവല്യക്കൻ എന്നീ 2 മഹാന്മാരെ വെച്ച് ആ മഹർഷിമാരെ വെച്ച് ആചാര്യന്മാരാക്കുവാനും നിശ്ചയിച്ചു. യുധിഷ്ഠിരൻ ദീക്ഷയെടുക്കുന്ന കാലത്ത് ഭീമനും നകുലനും രാജഭരണത്തിന്റെ ചുമതലയും സഹദേവൻ അരമനയുടെയും ഭരണവും നടത്തണമെന്ന് തീരുമാനിച്ചു. ധാരാളം സൈന്യങ്ങളോടുകൂടി അശ്വമേധത്തിന്റെ മേധ്വാശത്തെ രാജ്യമെമ്പാടും ചരിപ്പിച്ച് വിയോജിപ്പിക്കുന്ന ചുമതലയായിരുന്നു വിജയന്. കൃഷ്ണൻ യാഗത്തിന്റെ രക്ഷാധികാരിത്വവും അധ്യക്ഷതയും പൂർണ്ണമായി ഏറ്റെടുത്തു. അതോടെ പാണ്ഡവന്മാരുടെ ഉത്സാഹവും ഉന്മേഷവും വർദ്ധിച്ചു. പുരോഹിതന്മാരെയും മൃത്യുക്കളെയും വരിച്ചു. യാഗത്തിനുള്ള സ്ഥാനം നിർണയിക്കപ്പെട്ടു. യുധിഷ്ഠിരൻ ദീഷ്ട വരിച്ചു. ലക്ഷണമൊത്ത മേധ്വാശത്തെ തിരഞ്ഞെടുത്തു. അർജുനൻ ധാരാളം സൈന്യങ്ങളോടും പരിജനങ്ങളോടും കൂടി ഒരു ശുഭമുഹൂർത്തത്തിൽ യാഗാശത്തെയും കൊണ്ട് പുറപ്പെട്ടു. യാഗാശം രാജ്യത്തിനുടനീളം സ്വതന്ത്രമായി സഞ്ചരിക്കണം. ഏതെങ്കിലും രാജ്യത്ത് അശ്വത്തെ തടയുകയോ ബന്ധിക്കുകയോ ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരെ തോൽപ്പിച്ച് അശ്വത്തെ മോചിപ്പിക്കണം. ഇപ്രകാരമാണ് അശ്വമേധ യാഗത്തിന്റെ വിജയകരമായ നടത്തിപ്പ്. അർജുനൻ യാഗാശവുമായി ഓരോരുത്തർ രാജ്യത്തും സഞ്ചരിക്കുവാൻ തുടങ്ങി. ആ രാജ്യങ്ങളിലുണ്ടായിരുന്ന രാജാക്കന്മാരും പിതാക്കളും ബന്ധുക്കളുമൊക്കെ ഭാരത യുദ്ധത്തിൽ പാണ്ഡവന്മാരാൽ കൊല്ലപ്പെട്ടിരുന്നവരാണ്.
തന്മൂലം ദുഃഖിച്ചു കഴിയുന്ന പല രാജകുടുംബങ്ങളും പാണ്ഡവന്മാരോട് ദ്വേഷവും പ്രതികാരയജ്ഞയും പുലർത്തുന്നവയായിരുന്നു. തങ്ങളുടെ നാട്ടിൽ കൂടി അർജുനൻ വിജയഭീരിയുമായി അശ്വത്തെ പായിച്ചുകൊണ്ട് പോകുന്നത് ഏവർക്കും സഹിക്കുവാൻ കഴിഞ്ഞില്ല. പലരും യുദ്ധത്തിനൊരുമ്പെട്ടു. നിവൃത്തിയുള്ളിടത്തോളം രാജാക്കന്മാരെയും സൈന്യങ്ങളെയും കൊല്ലാതെ തന്നെ അശ്വത്തെ രക്ഷിക്കണയാണ് വേണ്ടതെന്ന് യുധിഷ്ഠിരൻ അർജുനനോട് നിഷ്കർഷിച്ചിരുന്നു. തന്മൂലം പല രാജ്യങ്ങളിലെയും രാജാക്കന്മാരെ ഉപദേശങ്ങൾ കൊണ്ട് പിന്തിരിപ്പിക്കുവാൻ അർജുനന് കഴിഞ്ഞു. എന്നാൽ ചിലർ അതിന് വഴങ്ങിയില്ല. എന്നിരുന്നാലും സർവശസ്ത്ര പരാംഗതനായിട്ടുള്ള ഏറ്റവും സമർത്ഥനായിട്ടുള്ള വില്ലാളി വീരനായിട്ടുള്ള അർജുനന് ഇവരൊന്നും ഒരു ഇരയായിരുന്നില്ല. അത്തരുണത്തിൽ തൃകർത്ത എന്ന് ഭരിച്ചിരുന്ന സൂര്യവർമ്മൻ എന്ന രാജാവ് പാണ്ഡവന്മാരുടെ എതിരാളികളിൽ പ്രധാനിയായിരുന്നു. സൂര്യവർമ്മന്റെ അച്ഛനെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സംശക്തന്മാരെയും മഹാഭാരത യുദ്ധത്തിൽ വെച്ച് അർജുനൻ കൊന്നൊടുക്കുകയാണ് ഉണ്ടായത്. അതായോർത്ത് സൂര്യവർമ്മൻ അർജുനനോട് വിദ്വേഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഈ ആഘോഷം തൃകർത്തയിലെത്തിയത്. സൂര്യവർമ്മൻ ധാരാളം സൈന്യങ്ങളുമായി അശ്വത്തെ തടഞ്ഞു. അർജുനന് സൂര്യവർമ്മനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. ആ യുദ്ധത്തിൽ അർജുനൻ അല്പം വീര്യം കാണിച്ചു. സൂര്യവർമ്മൻ ക്ഷണം വധിക്കപ്പെട്ടു. സൂര്യവർമ്മന് കേതുവർമ്മനെന്നും ധൃതവർമ്മനെന്നും പേരായ 2 അനുജന്മാരുമുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടപ്പോൾ അനുജന്മാർ അർജുനനോട് ഏറ്റുമുട്ടി. അധികം താമസിയാതെ കേതുവർമ്മൻ മരിച്ചു. ധൃതവർമ്മൻ അചഞ്ചലനായി അർജുനനോട് പോരാടി. അനാഗതസ്ത്രമസ്രുവായ ധൃതവർമാവിന്റെ പോരാട്ടം അർജുനൻ അത്ഭുതത്തോടെയാണ് വീക്ഷിച്ചത്. അവന്റെ ഹസ്തലാഘവും പൗരുഷം നിറഞ്ഞ മുഖത്ത ഭാവവും അഭിമന്യുവിന്റെ ഓർമ്മകളിൽ അർജുനനിൽ അങ്കുരിപ്പിച്ചു. അതിനാൽ കടുത്ത വാശിയൊന്നുമില്ലാതെ അശ്രദ്ധനായിട്ടാണ് അർജുനൻ പോരാടിയത്. ഈ അവസരം ധൃതവർമ്മൻ ശരിക്കും പ്രയോജനപ്പെടുത്തി. അർജുനന്റെ നേരെ അവൻ തുരുതുരെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അർജുനന്റെ അശ്രദ്ധ കൊണ്ട് അതിലൊന്ന് അർജുനന്റെ ഇടത് കൈയിന്മേൽ കൊള്ളുകയും ഗാണ്ഡീവം കയ്യിൽ നിന്ന് തെറിച്ചു വീഴുകയും ചെയ്തു. ധൃതവർമ്മന്റെ ആയോധന പാടവത്തെ അർജുനൻ മനസ്സാ ശ്ലാഘിച്ചെങ്കിലും തന്റെ ഗാണ്ഡീവം താഴെ വീഴ്ത്തിയത് അർജുനന് താങ്ങുവാൻ വയ്യാത്ത ഒരു അപമാനമായി തോന്നി. പാർത്ഥൻ ഗാണ്ഡീവം കയ്യിലെടുത്ത് കാര്യമായി തന്നെ ധൃതവർമ്മനോട് പോരാടുവാൻ തുടങ്ങി. അവനെ നിശേഷം പരാജിതനുമാക്കി. എങ്കിലും അവനെ കൊന്നില്ല. അവൻ അഭയം നൽകിയിട്ട് അർജുനൻ കുതിരയുമായി തൃകർത്തയിൽ നിന്ന് മുന്നോട്ടു പോയി. തൃകർത്തയിൽ നിന്ന് പ്രാഗ്ജ്യോതിഷം എന്ന രാജ്യത്തിലേക്കാണ് പോയത്. ഭാരത യുദ്ധത്തിൽ മരിച്ച ഭഗദത്തന്റെ പുത്രനായ വജ്രദത്തനായിരുന്നു അപ്പോൾ രാജ്യം ഭരിച്ചിരുന്നത്. തന്റെ അച്ഛനെ കൊന്ന പാണ്ഡവന്മാരോട് ഈർഷ്യ പുലർത്തിയിരുന്ന വജ്രദത്തൻ ആവേശത്തോടുകൂടി അർജുനനോട് എതിരേറ്റു. ഭഗദത്തൻ ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്തിരുന്ന ആളാണ്. മകനും വലിയൊരു ആനപ്പുറത്ത് കയറിയാണ് ഫൽഗുണനോട് യുദ്ധത്തിന് തയ്യാറായത്. എന്നാൽ വില്ലാളി വീരനായ സവ്യസാചിയുടെ മുന്നിൽ ഭഗദത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അർജുനൻ ആനയെ കൊന്നു. വജ്രദത്തിന് കൊല്ലാതെ വിടുകയും ചെയ്തു. തോൽവി സമ്മതിച്ച് വജ്രദത്തിന് പിൻവാങ്ങേണ്ടി വന്നു. സിന്ധു രാജ്യമായിരുന്നു അർജുനന്റെ അടുത്ത ലക്ഷ്യം. ജയദ്രഥനായിരുന്നല്ലോ അവിടുത്തെ രാജാവ്. ജയദ്രഥൻ ധൃതരാഷ്ട്രന്റെ ഏകപുത്രിയായ കൗരവരുടെ ഏക സഹോദരിയായ ദുഷള്ളയുടെ ഭർത്താവായിരുന്നു. ജയദ്രഥനെ അതിഭയങ്കരമായൊരു യുദ്ധത്തിൽ അർജുനൻ വധിച്ചു. തന്മൂലം സിന്ധു രാജ്യത്തെ പ്രജകളും സാമാന്ത രാജാക്കന്മാരുമെല്ലാം പാണ്ഡവന്മാരോട് പൊതുവെയും അർജുനനോട് പ്രത്യേകിച്ചും കൊടിയ പക പുലർത്തിപ്പോന്നവരായിരുന്നു. ഈ അവസരത്തിലാണ് അർജുനൻ യാഗാശവുമായി അവിടെ എത്തിയത്. പ്രജകളും സൈന്ധവ രാജാക്കന്മാരും എല്ലാവിധത്തിലും തയ്യാറായി. അർജുനനോട് ഏറ്റുമുട്ടുവാൻ തന്നെ അവർ ഉറച്ചു. കടുത്ത പോരാട്ടമാണ് നടന്നത്. പ്രാരംഭത്തിൽ അർജുനന് മുറിവേൽക്കുകയും അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്തു. ഇത് കണ്ട് പരിഭ്രമിച്ച ഋഷികളും ദേവന്മാരുമൊക്കെ അർജുനന് ബോധം തെളിയുവാനും അദ്ദേഹത്തിന് കൂടുതൽ ശക്തിയുണ്ടാകുവാനും പ്രാർത്ഥിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ പാർത്ഥൻ മോഹാലസ്യത്തിൽ നിന്നുണർന്നു. പിന്നീടാണ് അർജുനൻ നടത്തിയ പോരാട്ടം രോമാഞ്ചകഞ്ചകമായത്. ഗാണ്ഡീവത്തിൽ നിന്ന് മാരി പോലെ അമ്പുകൾ പ്രവഹിച്ചു. രാജാക്കന്മാരുടെയും സൈന്യങ്ങളുടെയും കൈയും കാലും അലയും അറ്റ് നിലം പതിച്ചു. പോർക്കളമാകെ ശവീശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞു. ശേഷിച്ച സൈന്യങ്ങൾ ഛിന്ന ഭിന്നമായി 4 പാടും ഓടി. അങ്ങനെ വിജയൻ വിജയശ്രീയിൽ ആളിതനായി നിൽക്കുമ്പോൾ ഒരു തേര് അർജുനന്റെ മുന്നിൽ വന്നു നിന്നു. ആ തേരിൽ നിന്ന് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഇറങ്ങി വന്ന് അർജുനന്റെ മുന്നിൽ നിന്നു. അർജുനൻ സൂക്ഷിച്ചു നോക്കി. തന്റെ സഹോദരിയായ ദുഷള്ള. കൗരവർക്കും പാണ്ഡവർക്കും കൂടിയുള്ള ഏക സഹോദരിയാണ് ദുഷള്ള. താൻ പോരിൽ കൊന്ന ജയദ്രഥന്റെ ഭാര്യ. അവളെ കണ്ടപ്പോൾ അർജുനൻ അമ്പരന്നുപോയി. അവൻ വില്ല് താഴെ വെച്ചു. തേരിൽ നിന്നിറങ്ങി സഹോദരിയുടെ അരികത്തെത്തി. അസ്ത്രകൾ കൊണ്ട് കലങ്ങിയ ദുഷള്ളയുടെ കണ്ണുകളും കരഞ്ഞു വീർത്ത അവളുടെ മുഖവും കണ്ടപ്പോൾ അർജുനൻ തരിച്ചു നിന്നുപോയി. സഹോദരിയുടെ ദയനീയമായ അവസ്ഥ കണ്ടും അവളുടെ ആവലാതികൾ കേട്ടും അർജുനന്റെ മനസ്സ് കാരുണ്യം കൊണ്ടും പശ്ചാത്താപം കൊണ്ടും വിവശമായി. അദ്ദേഹം എല്ലാ തരത്തിലും അസ്വസ്ഥനായി. അർജുനൻ പറഞ്ഞു, പെങ്ങളെ, കരയാതിരിക്കൂ. ഞാൻ എന്ത് ചെയ്യണം? നിനക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാണ്. ദുഷള്ള പറഞ്ഞു, ഭാരത ശ്രേഷ്ഠ, നിന്റെ പെങ്ങളുടെ പേരക്കുട്ടിയാണിത്.
ഈ ഓമനയാണ് എനിക്കിനി ആകെയുള്ളത്. ഇവൻ്റെ അച്ഛനെവിടെ? അർജുനൻ ജിജ്ഞാസയോടെ ചോദിച്ചു. ദുഷള്ള ഗദ്ഗതത്തോടെ പറഞ്ഞു, ഇവൻ്റെ അച്ഛൻ സുരഥൻ. അവൻ്റെ അച്ഛൻ്റെ മരണവൃത്താന്തം കേട്ടപ്പോൾ മുതൽ ദുഃഖിതനായി കഴിയുകയായിരുന്നു. ഇപ്പോൾ ആംഗ്ല സൈന്യവുമായി പോരിന് ഇവിടെ എത്തിയിരിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഭയചകിതനായി. അവൻ്റെ ഹൃദയം സ്തംഭിച്ചു. അവൻ കൊട്ടാരത്തിൽ മരിച്ചു കിടക്കുകയാണ്. ഈ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ അവനെയും എടുത്തുകൊണ്ട് നിന്റെ അടുക്കലേക്ക് ഓടിയതാണ്. എൻ്റെ പൊന്നാങ്ങളെ, നീ എൻ്റെ ഭർത്താവിനെ കൊന്നു. എൻ്റെ മകൻ നിന്നെ ഭയപ്പെട്ട് മരിച്ചു. ഇവൻ മാത്രമാണ് എനിക്കിനി ആശ്രയമുള്ളൂ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഇവനെയെങ്കിലും നീ എനിക്ക് തരണേ. എൻ്റെ പൊന്നാങ്ങളെ, ഞാൻ നിന്നോട് ഇരക്കുകയാണ്. ദുഷള്ള സഹിക്കവയ്യാതെ ദുഃഖത്തോട് ഉച്ചത്തിൽ നിലവിളിച്ചു. ഭാരത ചക്രവർത്തിയായി വിരാജിച്ച ധൃതരാഷ്ട്രരുടെ പുത്രിയാണ് ഈ വിലപിക്കുന്നത്. പാർത്ഥൻ മൗനമായി നിന്നു. ദുഃഖഭാരത്തിൽ അവൻ്റെ തല താനേ താഴ്ന്നുപോയി. അല്പം കഴിഞ്ഞ് അർജുനൻ പല സാന്ത്വനോക്തികളും പറഞ്ഞ് സഹോദരിയെ ആശ്വസിപ്പിച്ചു. അവളെ പ്രസാദിപ്പിച്ച് തഴുകി പ്രീതിയാക്കി അരമനയിലേക്ക് അയച്ചു. അങ്ങനെ സൈന്ധവരെ ജയിച്ച് ധനഞ്ജയൻ യഥേഷ്ടം പാഞ്ഞു പോകുന്ന കുതിരകരെ അനുവാദനം ചെയ്തു. യാകാശ്വം പിന്നെയും പല രാജ്യങ്ങളിലും യഥേഷ്ടം സഞ്ചരിച്ചു. അവിടെയെങ്ങും കാര്യമായ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടത് മണിപുര രാജാവിൻ്റെ രാജ്യത്തിലുമെത്തി. മണിപുരൻ രാജ്യത്ത് അക്കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് ബഭ്രുവാഹനൻ എന്ന രാജാവായിരുന്നു. അർജുനന്റെ തീർത്ഥാടന കാലത്ത് അദ്ദേഹം മണിപുരയിലെത്തുകയും അവിടുത്തെ രാജകുമാരിയായ ചിത്രാംഗതയെ വിവാഹം കഴിക്കുകയും ഉണ്ടായല്ലോ. ആ ബന്ധത്തിൽ അർജുനനുണ്ടായ പുത്രനാണ് ബഭ്രുവാഹനൻ. തൻ്റെ അച്ഛൻ അർജുനനാണെന്ന് അമ്മയിൽ നിന്ന് അറിഞ്ഞിരുന്ന ബഭ്രുവാഹനൻ അർജുനൻ മണിപുരയിൽ വരുന്നതെന്നറിഞ്ഞപ്പോൾ അത്യധികം സന്തോഷിച്ചു. അച്ഛനെ സ്വീകരിക്കുവാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. ബഭ്രുവാഹനൻ മംഗള പദാർത്ഥങ്ങളോടും കൂടി ചെന്ന് അച്ഛനെ വണങ്ങി. എന്നാൽ അർജുനന് തൻ്റെ മകൻ്റെ ആ പ്രവൃത്തി അശേഷം ഇഷ്ടപ്പെട്ടില്ല. അർജുനൻ പറഞ്ഞു, ബഭ്രുവാഹന, നിന്റെ പ്രവൃത്തി ക്ഷാത്രധർമ്മത്തിന് ചേർന്നതല്ല. അശ്വമേധത്തിന്റെ യാഗാശത്തെ കൊണ്ടുവന്ന എന്നെ നീ വിരുന്നുവിന് വന്നവനെ പോലെ സ്വീകരിക്കുന്ന ഈ പ്രവൃത്തി ഒരു രാജാവിന് ചേർന്നതല്ല. അത് ഭീരുത്വമാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ അശ്വത്തെ പിടിച്ചു കെട്ടി എന്നോട് പോരിന് വരികയാണ് ചെയ്യേണ്ടത്. ബഭ്രുവാഹനൻ വിഷണ്ണനായി അരമനയിലെത്തി. അവൻ ഇതികത്താവി മൂഢനായി തീർന്നു. ഈ സമയം നോക്കി ഉലൂബി അവനെ സമീപിച്ചു. നാഗരാജാവിന്റെ പുത്രിയായ ഉലൂബിയെ തീർത്ഥയാത്ര വേളയിൽ അർജുനൻ വിവാഹം കഴിച്ചിരുന്നതാണ്. അവർക്കുണ്ടായ പുത്രനാണ് മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്ക് വേണ്ടി പോരാടി ജീവൻ വെടിഞ്ഞ ഈരാവാൻ. ഉലൂബി ബഭ്രുവാഹനെ അർജുനനോട് യുദ്ധം ചെയ്യുവാൻ പ്രേരിപ്പിച്ചു. യുദ്ധം ചെയ്താൽ അർജുനനെ തോൽപ്പിക്കാൻ കഴിയുമെന്നും അവൾ ബഭ്രുവാഹനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ബഭ്രുവാഹനൻ അർജുനനോട് യുദ്ധം ചെയ്യുവാൻ സന്നദ്ധനായി. പൊൻചട്ടയിട്ട് മിന്നുന്ന കിരീടവും ധരിച്ച് രഥത്തിൽ കയറി വലിയ സൈന്യത്തോടും കൂടി ചെന്ന് യാഗാശ്വത്തെ പിടികൂടി. അശ്വത്തെ പിടിച്ചത് കണ്ടപ്പോൾ അർജുനന് മകനോട് മതിപ്പ് തോന്നിയെങ്കിലും അദ്ദേഹം മകനെ തടുത്തു. അവിടെ വെച്ച് അച്ഛനും മകനും തമ്മിൽ ശക്തിയായ പോരാട്ടം നടന്നു. അത് ദേവാസുര യുദ്ധത്തിന് തുല്യമായിരുന്നു. അർജുനന്റെ ശരങ്ങൾ തടുത്തുകൊണ്ട് അതേ സമയത്ത് തന്നെ തീക്ഷ്ണങ്ങളായ ശരങ്ങളെ അയച്ചുകൊണ്ട് ബഭ്രുവാഹനൻ യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. തൻ്റെ പുത്രന്റെ യുദ്ധവൈദ്യം കണ്ട് അർജുനൻ വളരെയേറെ സന്തോഷിച്ചു. രണ്ടുപേരും ഉഗ്രമായി പോരാടി. ബഭ്രുവാഹനന്റെ ഒരസ്ത്രം മർമ്മത്തിൽ കൊണ്ട അർജുനൻ ബോധമെറ്റ് നിലത്ത് വീണു. മകൻ അസ്ത്രം അയച്ച അതേ സമയത്ത് തന്നെ അച്ഛനും ഒരു ശയമൈക്യമുണ്ടായി. അതേറ്റ് ബഭ്രുവാഹനൻ മോഹാലസ്യപ്പെട്ടു വീണു. അങ്ങനെ രണ്ടുപേരും ഒരേ സമയം പ്രജ്ഞയേറ്റ് നിലംപതിച്ച വിവരൻ അരമനയിലെത്തി. അപ്പോൾ ബഭ്രുവാഹനന്റെ മാതാവായ ചിത്രാംഗത നിലവിളിച്ചുകൊണ്ട് പോർക്കളത്തിലേക്ക് ഓടിയെത്തി. വീരശൈലിയിൽ കിടക്കുന്ന ഭർത്താവിനെയും പുത്രനെയും മാറി മാറി നോക്കിയ മഹാരാജ്ഞിക്ക് ദുഃഖമടക്കുവാൻ കഴിഞ്ഞില്ല. അവർ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ഭൂമിയിൽ കിടന്ന് ഉരുണ്ടു. അവരുടെ ആർത്തനാദം അന്തരീക്ഷത്തിൽ മാറ്റിലുകൊണ്ടു. അർജുനന്റെ കിടപ്പ് എല്ലാവരെയും പരിഭ്രാന്തരാക്കുക തന്നെ ചെയ്തു. തൻ്റെ അസ്ത്രമേറ്റ് പിതാവ് മരിച്ചുവെന്നറിഞ്ഞ ബഭ്രുവാഹനൻ താൻ പിതൃഹത്യ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുവാൻ തുടങ്ങി. പിതൃഹത്യയ്ക്ക് കാര്യമായ പ്രായശ്ചിത്തമൊന്നും ഇല്ലാതായാൽ താൻ പ്രായോപവേശം ചെയ്യുക മരിക്കുവാൻ തീരുമാനിച്ചെന്ന് ബഭ്രുവാഹനൻ എല്ലാവരെയും അറിയിച്ചു. തൻ്റെ കാതൽ മരിച്ചതിനിൽ തനിക്കും ജീവിച്ചിരിക്കുവാൻ ആഗ്രഹമില്ലെന്ന് ചിത്രാംഗതയും പറഞ്ഞു. അവളും പ്രായോപവേശം ചെയ്യുവാൻ തയ്യാറായി. ഈ അവസരത്തിൽ നാഗകന്യകയായ ഉലൂബി അവിടെ എത്തി. അർജുനൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ അമ്മയെയും മകനെയും സമാധാനിപ്പിച്ചു. എന്നാൽ അർജുനൻ എഴുന്നേൽക്കാതെ തങ്ങളുടെ പ്രായോപവേശ ശ്രമത്തെ ഉപേക്ഷിക്കുകയില്ലെന്ന് ഇരുവരും തീർത്തു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉലൂബി നാഗരത്നത്തെ സ്മരിച്ചു. നാഗരത്നം അവളുടെ കയ്യിലെത്തി. അവൾ അത് അർജുനന്റെ മാറിൽ വെച്ചു. ഉടൻ തന്നെ നിദ്രയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ അർജുനൻ എഴുന്നേറ്റു. ചുറ്റും നോക്കിയപ്പോൾ ചിത്രാംഗതയെയും ഉലൂബിയെയും അദ്ദേഹം കണ്ടു. സ്ത്രീകൾ പോർക്കളത്തിൽ എത്തിയിടയായ സാഹചര്യം എന്താണെന്ന് അദ്ദേഹം തിരക്കി. അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അർജുനനെ അറിയിച്ചിട്ട് ഉലൂബി തുടർന്നു പറഞ്ഞു. പ്രഭു, വസുക്കളിൽ ഒരാളായ ഭീഷ്മരെ അങ്ങ് വീഴ്ത്തിയതെന്നറിഞ്ഞപ്പോൾ വസുക്കൾ അങ്ങയെ ശപിച്ചു.
ധാർമ്മികമായ വിധത്തിലായിരുന്നില്ല അങ്ങ് ഭീഷ്മനെ വീഴ്ത്തിയത്. ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യുകയില്ലെന്ന് പറഞ്ഞ് ആയുധം താഴ്ചവെച്ച ഭീഷ്മനെ ശിഖണ്ഡിയുടെ മറുപറ്റി നിന്ന് അങ്ങ് തോൽപ്പിച്ചത് അപ്രകാരം അധർമ്മമാണ്. അപ്രകാരം അധാർമികമായി പ്രവർത്തിച്ചതുകൊണ്ട് അങ്ങ് നരകത്തിൽ പോകുവാൻ ഇടയാകട്ടെ എന്നാണ് അവർ ശപിച്ചത്. ഈ വിവരം പറഞ്ഞ് എൻ്റെ അച്ഛൻ അവരോട് അങ്ങയുടെ ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചപ്പോൾ സ്വന്തം മകനാൽ വധിക്കപ്പെടുമ്പോൾ ശാപമോക്ഷം ഉണ്ടാവുമെന്നും അവർ അറിയിച്ചു. അതുകൊണ്ടാണ് ഞാൻ ബഭ്രുവാഹനനെ പ്രേരിപ്പിച്ചത്. അങ്ങയുടെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഞാൻ അവനെ കൊണ്ടാക്കിയത്. അവൻ്റെ കൈകൊണ്ടങ്ങ് മരിക്കുകയും നാഗരത്നത്തിൻ്റെ ശക്തി കൊണ്ടങ്ങ് ജീവിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങയ്ക്ക് ശാപമോക്ഷവും ലഭിച്ചു. അർജുനൻ ഇതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് അനുഭവപ്പെട്ടത്. കാര്യങ്ങളെല്ലാം ഭംഗിയായി അവസാനിച്ചതിൽ എല്ലാവരും സന്തോഷിച്ചു. ഒരു ദിവസം തങ്ങളുടെ സൽക്കാരം സ്വീകരിച്ച് അരമനയിൽ താമസിക്കണമെന്ന ബഭ്രുവാഹനന് ചിത്രാംഗതയും ഉലൂപിയും അർജുനനോട് അപേക്ഷിച്ചുവെങ്കിലും താൻ അശ്വമേധയാഗത്തിന്റെ ദീക്ഷ വരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അരമനയിൽ താൻ തങ്ങുവാൻ സാധ്യമല്ലെന്നും അർജുനൻ അവരെ അറിയിച്ചു. അശ്വമേധയാഗത്തിൽ സംബന്ധിക്കുവാനായി ബഭ്രുവാഹനനും ചിത്രാംഗതയും ഉലൂപിയും മറ്റും ഹസ്തിനാപുരിയിൽ എത്തണമെന്ന് നിർദ്ദേശിക്കുകയും എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് അർജുനൻ യാഗാശ്വവുമായി മണിപുരത്തേക്ക് യാത്ര തിരിച്ചു. അർജുനനും സംഘവും മഗധ രാജ്യത്തിലേക്കാണ് പിന്നീട് പോയത്. കൗമാരപ്രായം കഷ്ടിച്ചു കഴിഞ്ഞ മേഘസന്ധി എന്ന രാജകുമാരനായിരുന്നു അന്ന് മഗധ ഭരിച്ചിരുന്നത്. ഇദ്ദേഹം ജരാസന്ധന്റെ പൗത്രനും സഹദേവന്റെ പുത്രനുമായിരുന്നു. മേഘസന്ധി ആകാശത്തെ തടഞ്ഞു. ബാലനാണെങ്കിലും അസാമാന്യമായ ധൈര്യം പ്രകടിപ്പിച്ച രാജകുമാരനോട് അർജുനനെ വാത്സല്യവും അനുകമ്പയുമാണ് തോന്നിയത്. മേഘസന്ധി കൂസലിനെ അർജുനന്റെ നേർ കമ്പുകൾ അയക്കുകയും അതിൽ ചിലതൊക്കെ അർജുനന്റെ ശരീരത്തിൽ കൊണ്ട് മുറിവേൽക്കുകയും ചെയ്തപ്പോൾ അർജുനന്റെ ഭാവം മാറി. ഗാണ്ഡീവത്തിൽ നിന്ന് അനിസ്യൂതമുയർന്ന അമ്പുകളേറ്റ് മേഘസന്ധിയുടെ തേരും സൂതനും കുതിരകളുമെല്ലാം നശിച്ചു. എന്നിട്ടും ഉശിരോടെ ഗതയും എടുത്ത് അർജുനന്റെ നേർക്കുപാഞ്ഞ മഗധ രാജകുമാരന്റെ ഗത അർജുനൻ പലതായി നുറുക്കിക്കളഞ്ഞു. തേരും ആയുധങ്ങളും നഷ്ടപ്പെട്ട് വിഷണ്ണനായി നിൽക്കുന്ന മേഘസന്ധിയോട് അർജുനൻ പറഞ്ഞു, ഉണ്ണി, നീ സമർത്ഥനാണ്. ബാലനായ നിന്റെ വിക്രമം അസാധാരണം തന്നെ. നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജാക്കന്മാരെ നിവൃത്തിയുള്ളിടത്തോളം കൊല്ലരുതെന്നാണ് എൻ്റെ ജ്യേഷ്ഠന്റെ ആജ്ഞ. നീ പൊയ്ക്കൊള്ളുക. മാഗധൻ അർജുനനെ കൈകൂപ്പി നമസ്കരിച്ചു. അവൻ ചോദിച്ചു, ഞാൻ അങ്ങക്ക് എന്ത് ചെയ്യേണ്ടു? ആജ്ഞാപിച്ചാലും. ചൈത്രമാസത്തിൽ നടക്കുന്ന അശ്വമേധത്തിൽ പങ്കെടുക്കാമെന്ന് നിർദ്ദേശിച്ചിട്ട് അർജുനൻ മഗധനോട് യാത്ര പറഞ്ഞു. പിന്നീട് ചേരി രാജ്യം, നിഷാദ രാജ്യം, ദശാർണം, ഗാന്ധാരം തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം യാഗാശ്വത്തിനെയും കൊണ്ട് അർജുനൻ സഞ്ചരിച്ചു. ചേരി രാജ്യത്തിൽ ശിശുപാലപുത്രനായ ശലഭനും, നിഷാദ രാജ്യത്തിൽ ഏകലവ്യന്റെ പുത്രനും, ഗാന്ധാരത്തിൽ ശകുനിയുടെ പുത്രനുമായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. ചെറിയ തോതിലുള്ള സംഘടനകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. ദശാർണ രാജ്യത്ത് മാത്രമാണ് അല്പം കഠിനമായൊരു യുദ്ധമുണ്ടായത്. എങ്കിലും രാജാക്കന്മാരെ ഒന്നും കൊല്ലുവാനിടയായില്ല. പിന്നീട് തെക്കോട്ട് നീങ്ങി ഭാരതഭൂമിയുടെ തെക്കേ അറ്റത്തെത്തി. ആന്ധ്രം, ദ്രാവിഡം, പാണ്ഡ്യം, കേരളം, കർണാടകം, കൊങ്കണം തുടങ്ങിയ രാജ്യങ്ങളിൽ കൂടി സഞ്ചരിച്ച് പടിഞ്ഞാറേ സമുദ്രക്കടയിൽ കൂടി നീങ്ങിയ യാഗാശ്വം ഗോകർണം വഴി ദ്വാരകയിലേക്കാണ് പോയത്. ഇതിനിടയിൽ ചില്ലറ എതിർപ്പുകൾ ഉണ്ടായതല്ലാതെ കാര്യമായ യുദ്ധമൊന്നും വേണ്ടി വന്നില്ല. അശ്വമേധത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് സന്ദർഭമാകുമ്പോൾ മടങ്ങിയെത്തിക്കൊള്ളണമെന്ന് പറഞ്ഞ് കൃഷ്ണൻ ദ്വാരകയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ അവസരത്തിലാണ് അർജുനൻ യാഗാശ്വവുമായി ദ്വാരകയിലെത്തിയത്. യാദവ പ്രമാണികൾ കൃഷ്ണനോടോ ബലഭദ്രനോടോ ആലോചിക്കാതെ യാഗാശ്വത്തെ തടയുന്നതിനും അർജുനനോട് എതിർക്കുന്നതിനും ഒരുമ്പെട്ടു. എന്നാൽ വിവരമറിഞ്ഞ കൃഷ്ണനും ബലരാമനും അർജുനനെയും അശ്വത്തെയും എതിരേറ്റ് സ്വീകരിച്ച് വിധിയാമണ്ണം പൂജിക്കുകയാണ് ചെയ്തത്. ഒരു ദിവസം ദ്വാരകയിൽ താമസിച്ചിട്ട് അർജുനൻ അശ്വത്തോടും കൂടി ഹസ്തിനാപുരിയിലേക്ക് യാത്രയുമായി. അപ്പോഴേക്കും മാഘമാസമായി. ഇനിയും യാഗത്തിനൊരു മാസക്കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യുധിഷ്ഠിരൻ യാഗത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഭീമന് നൽകി. ഭീമൻ ഉടൻ തന്നെ രാജാക്കന്മാരെയും ബ്രാഹ്മണരെയും സാമാന്തന്മാരെയും ഋഷിമാരെയും മറ്റും ക്ഷണിക്കുവാൻ നാനാദേശങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു. കൂടാതെ സർവ്വജനങ്ങളോടും ക്ഷണിച്ചു. പുരോഹിത നിർദ്ദേശപ്രകാരം വേണ്ടതായ യാഗശാലകളെല്ലാം കെട്ടി. എല്ലാവിധ പദാർത്ഥങ്ങളും ധാരാളമായി സ്തംഭിച്ചിരുന്നു. പശുക്കളെ തിരഞ്ഞെടുത്തു. അവയെ കെട്ടിനിർത്തിയുള്ള യൂപം, അതായത് കുറ്റികൾ നാട്ടി. അപ്പോഴേക്കും നാനാദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നു തുടങ്ങി. എല്ലാവരെയും വേണ്ട വിധത്തിൽ സ്വീകരിച്ചു. ഭഗവാനും ബലരാമനും മറ്റും ദ്വാരകയിൽ നിന്നെത്തി. യുധിഷ്ഠിരൻ തന്നെ അവരെയൊക്കെ യഥോചിതം പൂജിച്ച് സ്വീകരിച്ചു. അർജുനൻ അടുത്ത ദിവസം യാഗാശ്വവുമായി എത്തിച്ചേരുമെന്നുള്ള സന്തോഷകരമായ വാർത്തയും ലഭിച്ചു. യുധിഷ്ഠിരൻ സന്തുഷ്ടനായി. അടുത്ത ദിവസം മധ്യാഹ്നത്തിന് മുമ്പായി നാട് മുഴുവൻ ജയിച്ച് വിജയശ്രീ ലാളിതനായി വന്ന വിജയനെ ധൃതരാഷ്ട്രർ, യുധിഷ്ഠിരൻ, വാസുദേവൻ, ബലരാമൻ തുടങ്ങിയവർ ചേർന്ന് ആർഭാടമായി സ്വീകരിച്ചു. ഹസ്തിനാപുരവാസികളെല്ലാം രാജവീടുകളിലൂടെ ഇരുവശങ്ങളിലും തിങ്ങിക്കൂടി. എല്ലാവരും അർജുനനെ വാനോളം പുകഴ്ത്തി. അന്ന് തന്നെ മണിപുര രാജാവായ ബഭ്രുവാഹനനും ചിത്രാംഗതയും ഉലൂബയും എത്തി. സിന്ധുരാജ്ഞിയായ ദുഷളയും തൻ്റെ പൗത്രനോടുകൂടി എത്തിച്ചേർന്നു. അവരെയെല്ലാം യഥോചിതം സ്വീകരിച്ച്
മറ്റു രാജ്യങ്ങളിൽ നിന്ന് അനവധി രാജാക്കന്മാരുടെ കാഴ്ചദ്രവ്യങ്ങളുമായി വന്നു ചേർന്നവരെയും സ്വീകരിച്ച് യുധിഷ്ഠിരൻ എത്തി. ചൈത്രമാസത്തിലെ പൗർണമി നാളിലാണ് യജ്ഞം ആരംഭിച്ചത്. തലേ ദിവസം തന്നെ വ്യാസാചാര്യൻ അനേകം ഋഷിമാരോടും അസംഖ്യം ബ്രാഹ്മണരോടും കൂടി എത്തിച്ചേർന്നു. യജ്ഞസംഭാരങ്ങളെല്ലാം പരിശോധിച്ച് സംതൃപ്തമായി പ്രകടിപ്പിച്ചു. വ്യാസൻ പറഞ്ഞു, യാതൊരു കുറവും പോരായ്മയും ഒന്നിനും തെറ്റാത്ത വിധത്തിൽ ഈ യജ്ഞം നിർവഹിക്കണം. സ്വർണം ധാരാളമായി ഉള്ളതുകൊണ്ട് ഈ യജ്ഞം ബഹുസ്വർണകർണം എന്ന ഖ്യാതി നേടും. അതുകൊണ്ട് ഈ യജ്ഞയിൽ സാധാരണയിൽ കവിഞ്ഞ് 3 ഇരട്ടി ദക്ഷിണ നൽകണം. 3 യജ്ഞം ചെയ്ത ഫലമുണ്ടാകട്ടെ. പൗർണമി ദിവസം പ്രഭാതത്തിൽ തന്നെ യജ്ഞകർമ്മങ്ങൾ ആരംഭിച്ചു. അന്നപാനീയങ്ങൾ സുഭിക്ഷിതമായി എല്ലാ സമയത്തും വിതരണം ചെയ്യപ്പെട്ടു. യജ്ഞത്തിൽ വേണ്ട പരിശീലനം സിദ്ധിച്ച വേദജ്ഞന്മാരായ ബ്രാഹ്മണരായിരുന്നു ഋത്തുക്കൾ. അവർ ശാസ്ത്രമുറപ്രകാരം കർമ്മങ്ങൾ നിർവഹിക്കുവാൻ തുടങ്ങി. യജ്ഞസ്തംഭങ്ങൾ നാട്ടി. കൂവളത്തടി, കരിങ്ങാലിത്തടി, പ്ലാശ്, ദേവതാരം എന്നിവ കൊണ്ടുള്ള സ്തംഭങ്ങളായിരുന്നു അത്. പ്രധാനങ്ങളും ഇവ തന്നെയായിരുന്നു. കൂടാതെ സ്വർണ്ണയൂപങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം നാട്ടിയത് ഭീമസേനനായിരുന്നു. സ്വർണത്തിൽ വാർത്ത ഇഷ്ടികൾ കൊണ്ടാണ് അഗ്നി സംസ്കാരം നേടിയത്. ഓരോ യൂപത്തിലും ശാസ്ത്രപ്രകാരം അതാത് ദേവന്മാർക്കുള്ള മൃഗങ്ങളെയും പക്ഷികളെയും ബന്ധിച്ചു. കാളകൾ, പശുക്കൾ, കുതിരകൾ എന്നിവകളാണ് ബലിമൃഗങ്ങളായി യൂപത്തിൽ കിട്ടിയത്. ധർമ്മപുത്രന്റെ യജ്ഞം സാക്ഷാൽ ദേവഋഷി സങ്കുലമായി പരിശോഭിച്ചു. ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു. കിന്നരന്മാരും കിംപുരുഷന്മാരും കൂടി ചുറ്റും സിദ്ധന്മാരായ വിപ്രന്മാരും കൂടിയിരുന്നു. നാരദ മഹർഷിയും വിശ്വസ്രാവും ചിത്രസേനനും മറ്റും അവിടെ എത്തിയിരുന്നു. മറ്റു ജീവികളെ വിധിപ്രകാരം ബലിയർപ്പിച്ച ശേഷം ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചെത്തിയ യാകാശ്വത്തെ ശാസ്ത്രപതി പ്രകാരം വധിച്ച് കഷ്ണങ്ങളായി വെട്ടിമുറിച്ച് വേവിച്ചു. അതിൻ്റെ കൊഴുപ്പ് ശാസ്ത്രവിധി പ്രകാരം എടുത്ത് ഔഷധത്തോടുകൂടി ചേർത്ത് അഗ്നിയിൽ പൊരിച്ച് അതിൻ്റെ ധൂമഗന്ധം ധർമ്മരാജാവ് അനുജന്മാരോടും കൂടി ദ്രൗപദിയോടും കൂടി മണപ്പിച്ചു. അതിൻ്റെ ഗന്ധം സർവ്വപാപങ്ങളെയും ഹരിക്കുന്നതാണെന്ന് ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുണ്ട്. ആ അശ്വത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളും അഗ്നിയിൽ ഹോമിച്ചു. യുധിഷ്ഠിരൻ പിന്നീട് ബ്രാഹ്മണർക്ക് യഥാവിധി ദക്ഷിണ നൽകി. അനേകം കോടി സ്വർണ്ണ നാണയങ്ങളാണ് ഇതിനു വേണ്ടി ചെലവായത്. ഭൂമി മുഴുവൻ വ്യാസന് ദാനം നൽകി. വ്യാസൻ പറഞ്ഞു, ഈ ഭൂമി ഞാൻ അങ്ങയ്ക്ക് തിരിച്ചു നൽകും. ഭൂമി അങ്ങയിൽ തന്നെ നിൽക്കണം. അതിനു പകരമായി എനിക്കുള്ള അതിനുള്ള വില നൽകിയാൽ മതി. യുധിഷ്ഠിരൻ കോടാനുകൂടി സ്വർണവും രത്നങ്ങളും വ്യാസനും നൽകി. ആ മുനി അതെല്ലാം ഋത്തുക്കൾക്കും വിപ്രന്മാർക്കും നൽകി. അതിലൊരു വീതം കുന്തിദേവിക്ക് നൽകി. തൻ്റെ ശശ്വരൻ പ്രീതിയോടെ നൽകിയ ധനം കുന്തിദേവി വലിയ പുണ്യകർമ്മങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി. എല്ലാ കർമ്മങ്ങളും തീർന്ന ശേഷം യുധിഷ്ഠിരൻ അനുജന്മാരോടും കൂടി അഭിവൃത്ത സ്ഥാനം ചെയ്യും. അതോടെ അവരെല്ലാം പാപവിമുക്തരായി. പിന്നീട് വിവിധ രാജ്യങ്ങളിൽ നിന്നു വന്നു ചേർന്ന രാജാക്കന്മാർക്കും രത്നങ്ങൾ, അശ്വങ്ങൾ, ഗജങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ സമ്മാനങ്ങൾ നൽകി. ക്ഷത്രിയർക്കും വൈശ്യർക്കും ശൂദ്രർക്കും ധാരാളം ധനം ദാനമായി നൽകി. എല്ലാവരും സന്തുഷ്ടരായ പാണ്ഡവന്മാർക്കുള്ള മംഗളം നേർന്നു. യാഗത്തിനെത്തിയവരെല്ലാം ആമോദത്തോടെ അവരവരുടെ നാട്ടുകളിലേക്ക് മടങ്ങിപ്പോയി. ഇതിനിടയ്ക്ക് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമുണ്ടായി. യാഗം കഴിഞ്ഞ് എല്ലാവരും യാഗാശാലയിൽ ഒന്നിച്ചുകൂടി. അപ്പോൾ ഒരു കീരി യാഗാശ്വരത്തേക്ക് വന്നൊരു മാളത്തിൽ നിന്ന് പുറത്തു വന്നു. ആ കീരിയുടെ ശരീരത്തിൽ പകുതി ഭാഗം സ്വർണ്ണവർണ്ണവും ബാക്കി ഭാഗം സാധാരണ കീരികളുടെ മാതിരി കറുപ്പ് കലർന്ന ചാരനിറവുമായിരുന്നു. കീരി യജ്ഞശാലയുടെ തറയിലുണ്ടായിരുന്ന വെള്ളത്തിലും ചെളിയിലുമൊക്കെ കിടന്നുരണ്ടു. കുറെ നേരം ഉരുണ്ടു കളിച്ച ശേഷം നിരാശയോടെ ഒരിടത്തിരുന്നു. എല്ലാവരും കീരിയുടെ പ്രവൃത്തി നിർനിമിഷരായി നോക്കിക്കൊണ്ടേ നിൽക്കുകയായിരുന്നു. അനന്തരം അവിടെ കൂടി നിന്നിരുന്ന ജനങ്ങളോട് കീരി മനുഷ്യസ്വരത്തിൽ സംസാരിക്കുവാൻ തുടങ്ങി. എല്ലാവരും ആശ്ചര്യപരതന്ത്രരായി കീരി പറഞ്ഞു, ഹേയ്, ഇതെന്തൊരു യാഗമാണ്! ഇതിനെ നിങ്ങളെല്ലാം ഇങ്ങനെ വാഴ്ത്തുന്നത് എന്തിനാണ്? ഇതിനിത്ര വലിയ മാഹാത്മ്യമൊന്നും ഞാൻ കാണുന്നില്ല. ഇതിനേക്കാൾ എത്രയോ മഹത്തായിരുന്നു കുരുക്ഷേത്രത്തിൽ വസിച്ചിരുന്ന ഉഞ്ചവൃത്തി ബ്രാഹ്മണന്റെ ഒരടങ്ങഴി മലർപ്പൊടി ദാനം. ഇവിടെ നടത്തിയ സ്വർണ്ണദാനങ്ങളൊന്നും അതിനോട് കിടപിടിക്കുകയില്ല. കീരിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും വിസ്മയിച്ചു. അതിൽ പ്രമുഖരായ ഏതാനും ബ്രാഹ്മണർ കീരിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഈ അശ്വമേധ യാജ്ഞത്തെ നിന്ദിക്കുന്ന നീ ആരാണ്? ശാസ്ത്രം തെറ്റാതെ വിവിധ വസ്തുക്കൾ കൊണ്ട് ആഗമ വിധിപ്രകാരം ന്യായപ്രകാരം ചെയ്യേണ്ട മാതിരി ചെയ്തതാണ് ഈ യാഗം. യാതൊരു മത്സരവും കൂടാതെ സന്മനസ്സായി ദാനങ്ങൾ ചെയ്തു. എല്ലാവരും സംതൃപ്തരായി സന്തോഷിക്കുന്നു. ദേവന്മാരും ഋഷികളും കൂടി ആ യജ്ഞത്തെ വേണ്ടത്ര മാനിച്ചിരിക്കുന്നു. എന്നിട്ടും ഈ യജ്ഞത്തെ പുച്ഛിച്ച് സംസാരിക്കുന്നു. നീ എന്താണ് പറയുന്നത്? വേദജ്ഞരായ ബ്രാഹ്മണരുടെ മധ്യത്തിലെത്തി ഈ യാഗത്തെ ആക്ഷേപിക്കുന്ന സംസാരിക്കുന്ന നീ സാധാരണ കീരിയല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നീ ഇപ്രകാരം പറയുവാനുണ്ടായ കാരണം പറയൂ. കീരി പ്രതിവചിച്ചു, ഞാൻ പറഞ്ഞത് നുണയല്ല, ഗർഭ കൊണ്ടും പറഞ്ഞതല്ല. ഒരിടങ്ങഴി മലർപ്പൊടി ദാനം ചെയ്ത ബ്രാഹ്മണന്റെ ദാനമാണ് ഈ യജ്ഞത്തിൽ നൽകിയ കോടാനുകോടി സ്വർണത്തെക്കാളും ശ്രേഷ്ഠമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. അതിൻ്റെ കാരണവും പറയാം, കേൾക്കൂ. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും അത്ഭുതം വർദ്ധിച്ചു. അവർ കീരി പറയുന്ന കഥ കേൾക്കുവാൻ ജിജ്ഞാസയോടെ കാതുകൂർപ്പിച്ചിരുന്നു. കീരി തുടർന്നു, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ധർമ്മജ്ഞാനിയായിരുന്ന ഒരു ബ്രാഹ്മണൻ കുടുംബസമേതം വസിച്ചിരുന്നു.
അദ്ദേഹത്തിന് ഭാര്യയും ഒരു പുത്രനും പുത്രഭാര്യയും ഉണ്ടായിരുന്നു. അവർ 4 പേരും ഒരുപോലെ തപസ്വികളും മുൻചവൃത്തികളുമായിരുന്നു. മാടപ്രാവിനെ പോലെ വയലിലും വഴിയിലും നിന്ന് കിട്ടുന്ന ധാന്യകഷ്ണങ്ങൾ പെറുക്കിയെടുത്താണ് ആ കുടുംബം പുലർന്നു വന്നത്. അങ്ങനെയിരിക്കെ അവിടെയിടങ്ങളിലെല്ലാം ഒരു വലിയ വരൾച്ച ഉണ്ടായി. ധാന്യങ്ങളൊന്നും ഇല്ലാതെയായി. ഗ്രാമവാസികൾ അന്യനാടുകളിലേക്ക് കുടുംബസമേതം പോയി തുടങ്ങി. ബ്രാഹ്മണരും കുടുംബത്തോടുകൂടി നാട് വിട്ടു. പല ദിവസങ്ങളിലും പട്ടിണി കിടന്നവർ യാത്ര തുടർന്നു. 2-3 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്ന അവർക്ക് 3-ാം ദിവസം ഇടങ്ങഴി മലർപ്പൊടി കിട്ടി. അത് വേവിച്ച് 4 ഉണ്ടകളാക്കി ഉരുട്ടി 4 പേരും കൂടി ഭക്ഷിക്കുവാനിരുന്നു. ആ സമയത്ത് വിശന്നു വലിഞ്ഞ ഒരു ബ്രാഹ്മണൻ അവിടേക്ക് അടുത്തു വന്നു. ഉടൻ തന്നെ ഗൃഹസ്ഥനായ ബ്രാഹ്മണൻ വന്ന് അതിഥിയെ സ്വീകരിച്ച് ആസനസ്ഥനാക്കി. അനന്തരം തൻ്റെ ഓഹരിയായ ആഹാരം അതിഥി ബ്രാഹ്മണന് നൽകി. അദ്ദേഹം സന്തോഷത്തോടുകൂടി അത് ഭക്ഷിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറിയില്ല. അത് മനസ്സിലാക്കിയ ബ്രാഹ്മണ പത്നി തൻ്റെ ഓഹരിയും അതിഥിക്ക് നൽകി. അപ്പോഴും അതിഥിക്ക് തൃപ്തിയായില്ല. തുടർന്ന് പുത്രനും പുത്രഭാര്യയും അവരുടെ ഓഹരി കൂടി അതിഥിക്ക് കൊടുത്തു. അപ്പോഴേക്കും അദ്ദേഹത്തിന് തൃപ്തിയായി. ആ അതിഥി ബ്രാഹ്മണൻ മർത്യരൂപത്തിൽ വന്ന ധർമ്മദേവനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശുദ്ധമായ നിന്റെ ധർമ്മത്താലും ശക്തി പോലെ ദാനം ചെയ്യുകയാലും ഞാൻ ഭവാനിൽ പ്രീതനായിരിക്കുന്നു. വിശപ്പ് പ്രജ്ഞയെ നശിപ്പിക്കും, അത് ധർമ്മബുദ്ധിയെ തെറ്റിക്കും. വിശന്നറിവ് കെട്ടുപോയ മനുഷ്യൻ ധൈര്യത്തെയും കൈവിടിയും. വിശപ്പിനെ ജയിക്കുന്നവൻ സ്വർഗത്തെയും ജയിക്കുന്നു. സ്വർഗദ്വാരം വളരെ സൂക്ഷ്മമാണ്, അത് കാണുവാൻ വിഷമമാണ്. മനുഷ്യൻ ശ്രദ്ധയില്ലാത്തവനുമായി ഭൗഢ്യം പാലിച്ച് സ്വർഗത്തിൻ്റെ വാതിൽ കാണാതായിരിക്കുന്നു. ക്രോധാവേശങ്ങളാൽ അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ക്രോധം വെടിഞ്ഞവർക്ക് ആ സാക്ഷ കാണുവാൻ കഴിയും. ഇന്ദ്രിയങ്ങളെ ജയിച്ചവർക്ക് അത് കാണുവാൻ കഴിയും. യഥാശക്തി ദാനം ചെയ്യുന്നവർക്ക് ആ സ്വർഗദ്വാരത്തെ കാണുവാൻ കഴിയും. ദാനം ശ്രദ്ധയോടെ ആയിരിക്കണം, ഭക്തിയോടെ ആയിരിക്കണം. ന്യായമായി ലഭിച്ച വസ്തുവായിരിക്കണം ദാനം ചെയ്യുന്നത്. അല്പമായ ദാനം പോലും പല യജ്ഞത്തേക്കാൾ ശ്രേഷ്ഠമായ ഫലം നൽകുവാൻ പ്രാപ്തിയാപ്തമാകും. വളരെയേറെ ദക്ഷിണയോടെ രാജസൂയം ചെയ്യിപ്പിച്ചാലും അശ്വമേധം കഴിച്ചാലും ഭവാന്റെ ഈ മലർപ്പൊടി ദാനത്തിന്റെ ഫലം കിട്ടുന്നതല്ല. ഈ ദാനം വഴി നീ അക്ഷയമായ ബ്രഹ്മലോകം നേടിയിരിക്കുന്നു. നിന്നെ പരീക്ഷിക്കുന്നതിന് വന്ന ധർമ്മദേവനാണ് ഞാൻ. നിന്റെ ദാനത്തെ സ്വർഗത്തിൽ ദേവന്മാർ പുകഴ്ത്തുന്നു. അവർ പുഷ്പവൃഷ്ടി ചെയ്യുന്നു. നിനക്കായി ഇതാ വിമാനം എത്തിയിരിക്കുന്നു. നീ അതിൽ കയറി ഭാര്യാപുത്ര സനുഷ്യന്മാരോടും കൂടി സ്വർഗത്തിലേക്ക് പോയാലും. ബ്രാഹ്മണന്റെ സൽപ്രവൃത്തി കൊണ്ടും ധർമ്മദേവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടും ആ ബ്രാഹ്മണ കുടുംബം ഉടലോടെ സ്വർഗത്തിലെത്തി. അവരെല്ലാം പോയ ശേഷം ഞാൻ ആ സ്ഥലത്ത് ചെന്നിരുന്നു. അവിടെ അവർ ഉപയോഗിച്ച ജലം ഭൂമിയിൽ വീണ് ചെളി കിട്ടിയിരുന്നു. യവത്തിന്റെ ചില അവശിഷ്ടങ്ങളും അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ആ ചെളിയിൽ കിടന്നുരണ്ടു. അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം സ്വർണ്ണവർണ്ണമായി മാറി. ബാക്കി ഭാഗം കൂടി സ്വർണ്ണമാകുവാൻ അവിടെയൊക്കെ കിടന്നുരണ്ടെങ്കിലും അതുണ്ടായില്ല. അന്നു മുതൽ യജ്ഞശാലകളെയും തപോവനങ്ങളെയും കൂടി ഞാൻ പലയിടങ്ങളിലും സഞ്ചരിച്ചു. അനേകം യജ്ഞശാലകളിലെ തീർത്ഥങ്ങളിൽ ഞാൻ എൻ്റെ ശരീരത്തെ മുക്കി. അനേകം തപസ്സുകളുടെ പാദങ്ങളിലെ തീർത്ഥജലം എൻ്റെ ശരീരത്തിൽ പുരട്ടി. പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ അരഭാഗം സ്വർണ്ണവർണ്ണമായില്ല. അപ്പോഴാണ് ഇവിടെ നടക്കുന്ന യജ്ഞത്തെപ്പറ്റി കേട്ടത്. അതുകൂടി പരീക്ഷിക്കാമെന്ന് വെച്ച് ഇവിടെ വന്നു. യജ്ഞാരംഭം മുതൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പല പ്രാവശ്യം ഇവിടുത്തെ തീർത്ഥജലത്തിൽ എൻ്റെ ശരീരത്തെ മുക്കി. ഇപ്പോൾ ഇതാ അവസാനമായി ഈ യജ്ഞശാലയിൽ കിടന്നുരുളുകയും ചെയ്തു. എന്നിട്ടും എൻ്റെ ശരീരത്തിന് മുഴുവൻ ഭാഗവും സ്വർണ്ണവർണ്ണമായില്ല. അതുകൊണ്ടാണ് ഉഞ്ചിവൃത്തി ബ്രാഹ്മണന്റെ മലർപ്പൊടി ദാനത്തേക്കാൾ ശ്രേഷ്ഠമായി ഇവിടെയൊന്നും നടന്നിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമായത്. ഇത്രയും പറഞ്ഞിട്ട് ഈ കീരി ഓടിപ്പോയി. ആരായിരുന്നു ഈ കീരി? ഇതിൻ്റെ പിന്നിൽ രസകരമായ മറ്റൊരു കഥയുണ്ട്. പണ്ട് ജപദഗ്നി മഹർഷി പിതൃക്കളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഒരു യജ്ഞം നടത്തിയിരുന്നു. അതിനാവശ്യമായ പാൽ ഒരു മൺപാത്രത്തിൽ അടച്ചു വെച്ചിരുന്നു. ഭൃഗുവംശജനായ ജമദഗ്നി ക്രോധവാനാണ്. അത് പരീക്ഷിക്കുവാനായി ക്രോധം ഒരു കീരിയുടെ രൂപത്തിൽ വന്ന് മൺകുടം തട്ടിയുടച്ച് പാലൊക്കെ കുടിച്ചു. എന്നാൽ ഇതറിഞ്ഞ ജമദഗ്നി ഒന്നും മിണ്ടിയില്ല. മഹർഷി തന്നെ ഒന്നും ചെയ്യുകയില്ലെന്ന് കണ്ടപ്പോൾ കീരിക്ക് ആശ്ചര്യമായി. കീരി ചോദിച്ചു, ഭൃഗുക്കൾ സ്വത്തവേ കോപശീലരാണ്. അങ്ങ് പ്രത്യേകിച്ചും കോപ സ്വഭാവിയാണ്. അങ്ങയുടെ ക്രോധം കാണുവാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. എന്നിട്ടും അങ്ങ് എന്താണ് ശാന്തനായിരിക്കുന്നത്? മഹർഷി പറഞ്ഞു, ഞാൻ ക്രോധിക്കുന്നില്ല, നിന്നെ ഒന്നും ചെയ്യുന്നുമില്ല. എന്നാൽ ആർക്കു വേണ്ടിയാണോ ആ പാൽ വെച്ചിരുന്നത് ആ പിതൃക്കൾ ശക്തരാണ്. അവർ വേണ്ടത് ചെയ്തുകൊള്ളും. അതിന് പ്രകാരം പിതൃക്കൾ കീരിയുടെ രൂപം കൊണ്ട് ക്രോധത്തെ എന്നും കീരിയായിരിക്കുവാൻ ശപിച്ചു. കീരി പിതൃക്കളെ കണ്ട് ശാപമോക്ഷത്തിന് അപേക്ഷിച്ചു. അവർ കീരിയോട് പറഞ്ഞു, ശരി, നീ ധർമ്മത്തെ അപേക്ഷിക്കുക, അത് നിനക്ക് ശാപമോക്ഷം തരും. കീരി യജ്ഞദേശങ്ങൾ തോറും ധർമാരണ്യങ്ങൾ തോറും സഞ്ചരിച്ചു. ഒടുവിൽ യുധിഷ്ഠിരന്റെ യജ്ഞത്തിലും വന്നെത്തി. ഉഞ്ചവൃത്തി ബ്രാഹ്മണന്റെ ഇടങ്ങഴി മലർപ്പൊടി ദാനമാഹാത്മ്യം പറഞ്ഞ് ധർമ്മപുത്രന്റെ യജ്ഞത്തെ ആക്ഷേപിച്ചു. ധർമ്മത്തെ ആക്ഷേപിക്കുകയാണ് അപ്പോൾ അവൻ ചെയ്തത്. അങ്ങനെ നിർവഹിക്കപ്പെട്ടു. അങ്ങനെ കീരിക്ക് ശാപമോക്ഷവും ലഭിച്ചു. ഇതോടുകൂടി മഹാഭാരതവും അശ്വമേധിക പർവവും സമാപിച്ചിരിക്കുകയാണ്. അടുത്ത പർവം മഹാഭാരതം ആശ്രമ പർവമാണ്. തുടരും.